ഞാനിങ്ങനെ പിന്നെ ഈശോ എന്തുകൊണ്ട് അപ്പം തന്ന വാഗ്ദാനം പോലും എന്നിൽ നിറവേറ്റപ്പെടുന്നില്ലല്ലോ, എനിക്ക് വേണ്ടി നിറവേറുന്നില്ലല്ലോ എന്നൊക്കെ ഉള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ട്. ഈശോയോട് പിണങ്ങിയോന്ന് ചോദിച്ചാൽ അങ്ങനെ പിണങ്ങി നടക്കാൻ പറ്റില്ലല്ലോ. 2 ദിവസമൊക്കെ പിണങ്ങും ഞാൻ. അങ്ങനെയൊക്കെ പിണക്കമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ എന്നിട്ട് പിന്നെ ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര വിഷമം കയറി. ഇതെന്താ അർത്ഥം പിടികിട്ടുന്നില്ല. വാഗ്ദാനങ്ങൾ നിറവേറ്റപ്പെടുന്നില്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക്. പക്ഷേ അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രിയ മക്കളെ, ഒരു ദിവസം ഞാൻ ഈ കരുണക്കൊണ്ടം ചൊല്ലിക്കൊണ്ട് 3 മണിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പല ഇൻസ്പിറേഷൻസും ഹെവൻലി ഇൻ്റർഫിയറൻസ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് ഈ സമയത്ത് തന്നെയാണ്. അതായത് 3 മണി സമയത്താണ്. അപ്പോൾ ഈ എന്താണ് ഞാൻ ചോദിച്ചല്ലോ, ഇതെന്താണ് ഈശോയെ ഇങ്ങനെ ചെയ്യുന്നത്, ഇതെന്താണ് അങ്ങ് ഇങ്ങനെ അനുവദിക്കുന്നത്? ഇങ്ങനെയൊക്കെയാണ് എൻ്റെ കംപ്ലൈൻറ്റ്. ഞാൻ അങ്ങയോട് ചേർന്നിരിക്കുന്നുണ്ട്. ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത് എൻ്റെ മരണം വരെ ചെയ്യുമെന്ന് ഞാൻ നിനക്ക് എൻ്റെ ജീവിതം പ്രതിഷ്ഠ ചെയ്തിരിക്കുന്നതാണല്ലോ. എല്ലാ കരുണയുടെ പെരുന്നാളിൻ്റെ അന്ന് പുനഃപ്രതിഷ്ഠ ചെയ്യാറുണ്ട്, റീഡെഡിക്കേഷൻ നടത്താറുണ്ട്. എൻ്റെ ബർത്ത്ഡേ അന്ന് റീഡെഡിക്കേഷൻ നടത്താറുണ്ട്. ഈ വർഷം നിങ്ങൾ എന്നോട് കൂടെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ അര വർഷമായിട്ട് തുടങ്ങിയ പ്രാർത്ഥനാ ഗ്രൂപ്പാണ്. അപ്പം ഈ വർഷം ഞാൻ നിങ്ങൾക്കറിയാം ന്യൂ ഇയർ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞ് പുനഃപ്രതിഷ്ഠ ചെയ്തു. പിറ്റേ ദിവസം നമ്മളെല്ലാം തന്നെയും പുനഃപ്രതിഷ്ഠ നിങ്ങളെ കൊണ്ട് ഞാൻ ചെയ്യിച്ചു. അങ്ങനെ ഓരോ കാര്യങ്ങൾ. പിന്നെ 3 രാജാക്കന്മാരുടെ പെരുന്നാളിൻ്റെ അന്ന് അവർ കൊണ്ടുവന്ന് സമർപ്പിച്ചത് പൊന്നുമീറ കുന്തിരിക്കാണ്. നമ്മൾ സമർപ്പിച്ചത് നമ്മളെ തന്നെയാണ്. നിങ്ങളെ കൊണ്ട് ഞാൻ അതും ചെയ്യിപ്പിച്ചു. ഇങ്ങനെയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന എനിക്ക് ഞാൻ ഈ പറഞ്ഞ് മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന കാര്യം പോലും എനിക്ക് അവകാശപ്പെട്ടതും ദൈവം വാഗ്ദാനം ചെയ്തതും വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായവൻ ചെയ്തിരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ഈ പഠിപ്പിക്കുന്ന എനിക്ക് തന്നെ ലഭിക്കുന്നില്ല. എന്താണ് കാരണം? എനിക്ക് ചോദിക്കാനുള്ള അവകാശം ഉണ്ടോ? ഉണ്ടല്ലോ. പറയാനുള്ള അവകാശം. നീ ഒരു കാര്യം പറഞ്ഞിട്ട് നീ അത് ചെയ്തില്ലേ നിന്നോട് ചോദിക്കണോ? ചോദിക്കണമല്ലോ. നീ ഇതല്ലേ നിന്റെ വായിൽ നിങ്ങൾ പറഞ്ഞതല്ലേ. അപ്പം എന്തുകൊണ്ടാണ് നീ ഇത് ചെയ്യാത്തത്? ചോദിക്കാനുള്ള സകല അവകാശം എനിക്കുണ്ട്. പക്ഷേ ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ 100% പറയാൻ പറ്റത്തില്ല. കാരണം ദൈവഹിതമാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. പക്ഷേ അതിനിടയ്ക്ക് ദൈവം എനിക്കൊരു വെളിപ്പെടുത്തൽ തന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. ഇത് വെളിപ്പെടുത്തലാണെന്ന് എനിക്കറിയത്തില്ല. ഒരു ബോധ്യം തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആവാം. ഒന്നും പറഞ്ഞു കേട്ടൊന്നുമല്ല. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ ജീവിതത്തിലെ ലൗകികമായിട്ടുള്ള കാര്യങ്ങളോടുള്ള ആ ഒരു ഇഷ്ടം അത് എന്നിൽ നിന്ന് എടുത്ത് കളയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്നുള്ളൊരു ചിന്ത എൻ്റെ ഹൃദയത്തിൽ കൂടെ പോയി. പ്രിയ മക്കളെ, നിങ്ങൾക്കറിയാം ഞാനൊരു എൻജിനീയറിനെ അയാൾ റിട്ടയറാണ്. എൻജിനീയറിനെ കല്യാണം കഴിച്ചതാണ്. പിന്നെ അവരുടെ അപ്പൻ ഒരു പ്രൊഫസറായിരുന്നു മിലിറ്ററി കോളേജിൽ. പിന്നെ 2ാം ലോക മഹായുദ്ധകാലത്തിൽ അങ്ങനെ അതിനൊരു സോൾജറായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഗ്രാഫ്റ്റിങ് ചെറിയ രാജ്യങ്ങൾക്കെല്ലാം ഗ്രാഫ്റ്റിങ് കമ്പൽസറി ഉള്ളതാണല്ലോ. അപ്പോൾ അവർ 3 വർഷമോ 2 വർഷം എങ്ങാണ്ട് സെർവ് ചെയ്യണം. എൻ്റെ ഹസ്ബൻഡ് സെർവ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം എയർഫോഴ്സ് അല്ല, എന്താണ് അതിന് പറഞ്ഞത്, നേവിയിലോ മറ്റായിരുന്നു തോന്നുന്നു. എന്തെങ്കിലും ആകട്ടെ. അങ്ങനെ 2 വർഷം അദ്ദേഹം അത് കമ്പൽസറിയാണ് ഇവിടെ ചെയ്യേണ്ടിയിരുന്ന ആ കാലത്തിൽ. അപ്പോൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പം അങ്ങനെ പൈസയ്ക്ക് യാതൊരു. പിന്നെ എൻ്റെ അമ്മായിയമ്മയുടെ അനുജത്തിമാർ 2 പേരും ടീച്ചേഴ്സായിരുന്നു. അത് ഗ്രീക്കും ലാറ്റിനുമാണ് ഒരു അനുജത്തി പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ അവർ 2 പേരും കല്യാണം കഴിച്ചിരുന്നില്ല. അപ്പോൾ അവരുടെ വീട് മുഴുവനും നമുക്കാണ്. അത് കുടുംബ വീടായിരുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ കുടുംബ വീടിന് നേരെ എതിർവശത്തൊരു വീടായിരുന്നു. അപ്പോൾ അത് നമുക്കാണ് കിട്ടിയത്. പിന്നെ എൻ്റെ അമ്മായിയമ്മയും അമ്മായിയപ്പനും മരിച്ചു പോയപ്പോൾ ഒറ്റയ്ക്കൊരു മകനായ എൻ്റെ ഹസ്ബൻഡിനാണ് അവരുടെ ഇൻഹെറിറ്റൻസ്, ബാങ്ക് ബാലൻസും വീടും ബംഗ്ലാവും കാര്യങ്ങളൊക്കെ കിട്ടിയത്. പ്രൈസ് ദി ലോർഡ്. അപ്പം എനിക്ക് വേണമെങ്കിൽ ഒരു 2 മാല ഡെയിലി വാങ്ങിയിട്ടുകൊണ്ട് നടക്കാം. അല്ലെങ്കിൽ അതിനുള്ള സ്വർണ്ണാഭരണങ്ങളിടാം. അല്ലെങ്കിൽ തന്നെ ഞാനിടുന്ന ഒരു ഡ്രസ്സിന് പണ്ട് ഞാൻ പറയുമായിരുന്നു, ഒരു ആഭരണം വാങ്ങുന്നതിൻ്റെ ഒരു വിലയുണ്ട് എന്നൊക്കെ പറയുമായിരുന്നു. അപ്പം ഇതെല്ലാം ഇടാമെങ്കിലും നിങ്ങൾ ആരെങ്കിലും എന്നെ ആഭരണം ഇട്ട് കണ്ടിട്ടുണ്ടോ? ചെറിയൊരു നൂല് പോലെ വല്ലപ്പോഴും ഓരോ മാലകളെടുത്ത് ഞാൻ ലൈവ് ചെയ്യുമ്പോൾ ഇടുന്നതല്ലാതെ എനിക്കല്ലെങ്കിൽ തന്നെ സ്വർണ്ണത്തിനോട് ഈ കറുത്തിരിക്കുന്ന എൻ്റെ മേത്ത് കുറേ മഞ്ഞ കളറിൽ ലോഹം വലിച്ചിട്ട് കഴിഞ്ഞാൽ ഏതാണ്ട് സൗന്ദര്യം കൂടുമെന്നുള്ളൊരു ബോധ്യം എനിക്കില്ല. പക്ഷേ സ്വർണ്ണത്തോളം തന്നെ വിലയുള്ള ക്രിസ്റ്റൽസ് ഉപയോഗിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് എൻ്റെ കളറിന് ചേരുകയും ചെയ്യും. അങ്ങനെ ഞാനത് ഉപയോഗിക്കും. അപ്പോൾ എനിക്കൊരു ബോധ്യം കിട്ടുക, പ്രിയ മക്കളെ, ഈ കാര്യങ്ങളൊക്കെ പോയാലും ഞാൻ വിഷമിക്കാൻ പാടില്ല. സത്യം പറഞ്ഞാൽ അത് പോയത് പോയി. എൻ്റെ മകൾ കൊണ്ടുവന്ന് നശിപ്പിച്ച് കളഞ്ഞതാണ്. അവൾ കൊണ്ടുപോയി വിറ്റോ കൂട്ടുകാർക്ക് സംഭാവന ചെയ്തോ അതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. പക്ഷേ എന്നെ അത് പഠിപ്പിച്ചത് ഇതിനേക്കാളും അപ്പുറത്തായിട്ടുള്ള ഒരു നിധി എൻ്റെ കൈവശം ഇരിക്കുകയാണ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടോ? ആവോ?
ആര് കേട്ടിട്ടാ? എല്ലാം പറ. ആ ഇതിനേക്കാളും വലിയൊരു നിധി എൻ്റെ കയ്യിലിരിക്കുകയാണ്. അപ്പൊ ഈ മനുഷ്യന് കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റുന്ന ഒരു ഓർഡിനറി ആയ എന്തെങ്കിലും 30 ദിവസം 10 രൂപ ശമ്പളം മേടിക്കുന്ന എല്ലാവർക്കും അച്ചീവ് ചെയ്യാവുന്ന, ഒരു വർഷത്തെ പൈസ കൂട്ടി വെച്ചിട്ട് മിച്ചം വെച്ചിട്ട് മേടിക്കാവുന്ന ഒരു സംഭവമാണ് ഈ ആഭരണങ്ങളെന്ന് പറയുന്നത്. അത് പോയാൽ ഞാൻ സത്യം പറഞ്ഞ എൻ്റേതല്ല അതൊന്നും. ദൈവം എനിക്കത് തന്നു. കുറച്ചു കാലത്തേക്ക് എൻ്റെ കയ്യിൽ ഇരുന്നിരുന്നു. അപ്പൊ അത് ആരോ കൊണ്ടുപോയി. ഞാനതിന് അമിതമായിട്ടുള്ള, പക്ഷെ എനിക്ക് വസ്തു പോയത് കൊണ്ടോ പൈസ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇത് കുറെ കാലമായിട്ട് പോകുന്നുണ്ട്. പക്ഷെ അതല്ല, എൻ്റെ പ്രൈവസിയിൽ എൻ്റെ ബിലോങ്ങിങ്സ് ഞാൻ അടച്ചു പൂട്ടിയിട്ട് മുറിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. എന്തുകൊണ്ട് ദൈവം അത് പ്രൊട്ടക്ട് ചെയ്തില്ല? ഈ മുറിയിൽ എന്തുകൊണ്ട് കയറാൻ അനുവദിച്ചു? ഈ മുറിയിൽ കടക്കാൻ പറ്റാത്ത സാധനങ്ങൾ എങ്ങനെ കൊണ്ടുവന്നിട്ടു? ഇതങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ്. അപ്പം അത് കഴിഞ്ഞ് അപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ആരെങ്കിലും കുറേ പേര് പൈസ മേടിച്ചുകൊണ്ട് പോയി അത് തിരിച്ചു തന്നില്ല. എനിക്ക് പൈസ ഇപ്പോഴും ഡൽഹിയിൽ നിന്നൊക്കെ കടം മേടിച്ച് 2 ലക്ഷം രൂപ തരാനുണ്ട്. ഹസ്ബൻഡ് പോലും അറിയാതെ എടുത്ത് കൊടുത്തതാണ്. ഹാലേലുയ, ഹാലേലുയ. അപ്പം ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നീ തീരുമാനിച്ചോണം തന്നെത്താനെ. ഇത് ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെല്ലാം ഇപ്പം ഏതാണ്ടൊക്കെ ബോധ്യം കിട്ടിയിട്ടുണ്ട്. അവർ ചോസനാണെന്ന് എൻ്റെ മുന്നിൽ ഇപ്പം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ മുൻവശത്ത് എൻ്റെ മുറിയിലില്ല, അവരിപ്പോൾ ഈ ഓൺലൈനിൽ കൂടെ ഉണ്ട്. ഞാനിത് പറയുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും, കാരണം ആര് ഇതിന് ശേഷം നിങ്ങളിത് കാണാൻ പോകുന്ന പിന്നെ ആൾക്കാർക്ക് വേണ്ടിയാണ് പറയുന്നത്. നിങ്ങൾ ചോസൺ വൺ ആണെന്ന് നിങ്ങൾക്ക് ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന ഭാഷയാണിത്. നിങ്ങളെ അകാരണമായിട്ട് ആൾക്കാർ വെറുക്കുക. ഞാൻ വഴി കൂടെ നടക്കുമ്പം പുഴുത്ത തെറി എന്നെ ആൾക്കാർ വിളിച്ചിട്ടുണ്ട്, ഒരു പരിചയമില്ലാത്തവര്. ഞാൻ വിചാരിക്കും ഇവരെന്തിനാ എന്നെ ചീത്ത വിളിക്കുന്നതിന്. ഒന്നുമില്ല, ഒന്നും. ഞാൻ വളരെ ഡീസൻ്റ് അല്ലാത്ത വസ്ത്രധാരണങ്ങൾ ഇട്ടിട്ടുള്ളതായിട്ട്, പ്രത്യേകിച്ച് നാട്ടിലാകുമ്പം എനിക്ക് സാരി ഉടുത്താൽ ഭയങ്കര നല്ലതാണ്. ഒരു സ്റ്റുഡിയോക്കാർ സൈസ് കാണിക്കാനായിട്ട് 4x7, എന്താണ് 4x6, 5x7, 6x8 ഇങ്ങനെയൊക്കെയാണല്ലോ ഫോട്ടോയുടെ പണ്ടത്തെ കാലത്ത് ഇത് വരുന്നത്, സൈസ് നമ്മൾ പറയുമ്പോൾ. അങ്ങനെയുള്ള ചെറിയത് തൊട്ട് പിന്നെ മേളിലോട്ടുള്ള വലിയത് വരെയുള്ള ഫോട്ടോകൾ ഉണ്ടാക്കി ഒരു സ്റ്റുഡിയോയിൽ ഹൈദരാബാദിൽ വെച്ചിരുന്നു. ഞാൻ സാരി ഉടുത്തിട്ട് എന്നെ കണ്ടിട്ട് ഒരു സ്റ്റാച്യു പോലെ ഇരിക്കുന്നെന്നും പറഞ്ഞു. ഇപ്പം പിന്നെ വണ്ണമൊക്കെ വെച്ചാൽ അത് അങ്ങനെ സ്റ്റാച്യു പോലെയല്ല, ഇപ്പം ഏതാണ്ട് വീപ്പക്കൊറ്റി പോലെ ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹാലേലുയ, ഹാലേലുയ. അപ്പോൾ അത് പോട്ടെ. അപ്പം അങ്ങനെ എന്നെക്കുറിച്ച് ആൾക്കാർ ഇത് ചീത്തയായിട്ട് ഡ്രസ്സ് ചെയ്തിരുന്നു. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു വസ്ത്രധാരണം ഞാൻ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ എന്താണ്, കഴുത്ത് ഒത്തിരി ഇറങ്ങിയതായിട്ടുള്ള വസ്ത്രധാരണം ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള, ഞാൻ ഡീസൻ്റായിട്ട് വസ്ത്രം നടക്കുന്ന ആൾക്കാർ എന്നെ എന്തിനാ ചീത്ത വിളിക്കുന്നത്? കാരണം യു ഡോണ്ട് ബിലോങ് ഹിയർ. എന്താണ് ദൈവം, ഈശോ കർത്താവ് പറഞ്ഞത് എന്താണ്? നീ ഈ ലോകത്തു നിന്നല്ലാത്തത് കൊണ്ട് നിന്നെ അവർ വെറുക്കുന്നു. മനസ്സിലായി പറയുന്നത്? നിങ്ങളെ ആൾക്കാർ വെറുക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എതിരായിട്ട് അവർ അസൂയയോടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കെതിരായിട്ട് ഇല്ലാ വചനങ്ങൾ കുത്തിപ്പറഞ്ഞുണ്ടാക്കുന്നുണ്ടെങ്കിൽ, അതെല്ലാം ക്രിസ്തുവിനുണ്ടായ അനുഭവം നിൻ്റെ കൈക്ക് കിട്ടി. സന്തോഷിക്കുകയാണ് വേണ്ടത്. നമുക്ക് അങ്ങനെ സന്തോഷിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. കാരണം നമ്മൾ ഹ്യൂമൻ ബീങ്സ് ആണ്. നമ്മൾ വെറും മണ്ണും പൊടിയും കൊണ്ടുണ്ടാക്കിയ വസ്തുവാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മനുഷ്യൻ്റേതായിട്ടുള്ള ഇല്ല. പക്ഷെ ഒരു തലത്തിലോട്ട് ചിന്തിച്ചു കഴിയുമ്പം നിങ്ങൾക്ക് മനസ്സിലാകും, ഇതെല്ലാം ദൈവം നിങ്ങൾക്കുണ്ടാകുന്ന ഈ പ്രത്യേകമായിട്ടുള്ള ജീവിതാനുഭവങ്ങളെ നിങ്ങളെ ലോകത്തിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ലോകത്തിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് തന്നിലേക്ക് അടുപ്പിക്കാനായിട്ട് ദൈവം പ്രിപ്പയർ ചെയ്യുന്ന ചില ഇൻസിഡൻസ് ആണിത്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഹാലേലുയ, ഹാലേലുയ. മനസ്സിലാവുന്നുണ്ടോ വല്ലതും? മാവോ പറയേ. ഓക്കെ. അപ്പം നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ഈ ഒരവസ്ഥയിൽ ചിലതൊക്കെ കൂടെ ഞാനിപ്പോൾ പറഞ്ഞതിൽ ചിലതൊക്കെ നിങ്ങൾക്ക് മനസ്സിലോട്ട് വരുന്നില്ലേ? അനുഭവങ്ങളും ചിന്തകളും കാര്യങ്ങളും മറ്റുള്ളവരോട് നിങ്ങൾ പ്രവർത്തിച്ച ചില ഇൻസിഡൻസ് എല്ലാം നിങ്ങളുടെ ജീവിതത്തിലോട്ട് ഇപ്പോൾ നിങ്ങളുടെ ഓർമ്മയിലോട്ട് കടന്നു വരുന്നില്ലേ? ഉണ്ടല്ലോ, ഉണ്ട്. അപ്പം അത് ഒന്ന്. അപ്പം ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ എനിക്കൊരു ബോധ്യം കിട്ടി. ഞാൻ ഈ നശിച്ചു പോകുന്ന നശ്വരമായിട്ടുള്ള ഈ ലോകത്തിൽ ഉണ്ടാക്കി വെച്ചിരുന്ന ധനമാനങ്ങൾ പോയെങ്കിൽ, അത് പോകുകയാണെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചാൽ ദൈവം അനുവദിച്ചിട്ടാണ് പോയത്. അപ്പം എനിക്ക് പാഠം പഠിച്ചത് എന്താണ്? ദിസ് ഡസൻറ്റ് ബിലോങ് ടു യു, യു ഡോണ്ട് ബിലോങ് ടു ദിസ് വേൾഡ്. മനുഷ്യർ എന്നെ വെറുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിരുന്നു. നിങ്ങളുടെ ഈ ഗ്രൂപ്പിലുണ്ടായ അനുഭവം കൂടെ പറയാം. ആരും ചോദിക്കാതെ ഫിനാൻഷ്യലായിട്ട് ഞാൻ ഈ ഗ്രൂപ്പിലെ ആൾക്കാർക്ക് സഹായിച്ചിട്ടുണ്ട്. അത് അവർക്ക് നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്നവർക്ക് ഇപ്പം അറിയാം ആർക്കാണ് കൊടുത്തിട്ടുള്ളതെന്ന്.
അവര് പോലും നമ്മളെ ത്യജിച്ച് ഇട്ടെറിഞ്ഞേച്ച് പോകുമ്പോഴത്തേക്ക്, നമ്മളെ വെറുക്കുമ്പോഴത്തേക്ക് കൗൺസിലിംഗ് ചെയ്തിട്ട് ഞാൻ പറയാറുണ്ട്, എൻ്റെ കൗൺസിലിംഗ് ഞാൻ പള്ളിയിലച്ചനല്ല, ഞാൻ ധ്യാനകേന്ദ്രമല്ല. അതുകൊണ്ട് എൻ്റെ ടൈമിന് എനിക്ക് വിലയുണ്ട്. ഞാൻ ആർജിച്ച ഈ പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്ക് എല്ലാവരും പറയും പരിശുദ്ധാത്മാവിനെ ദാനമായിട്ട് കിട്ടി, ദാനമായിട്ട് കൊടുക്കാൻ. പരിശുദ്ധാത്മാവിനെ ദാനമായിട്ട് കിട്ടി, പരിശുദ്ധാത്മാവിന് വിലയിടാൻ പാടില്ല. പരിശുദ്ധാത്മാവിനെ ദാനമായിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. എൻ്റെ സമയത്തിന് വിലയുണ്ട്. നീയൊക്കെ പോയി അതേ സമയത്തിന്, ഇത് പലപ്പോഴും പറഞ്ഞിട്ടില്ലേ, അതേ സമയത്തിന് നീ നേഴ്സ് പണി ചെയ്താൽ നിനക്ക് ഒരു മണിക്കൂറിന് ഇത്ര രൂപ വെച്ചോ. നീ ടീച്ചറാണെങ്കിൽ നിനക്കൊരു ഫിക്സഡ് മന്ത്ലി കിട്ടും. നീ ഒരു ഡോക്ടറാണെങ്കിൽ നിനക്ക് ഇന്ന പൈസ ഉണ്ട്. എൻ്റെ സമയത്തിന് അല്ലെ ശുശ്രൂഷകരെ മൊത്തമായിട്ട് ഞാൻ റെപ്രസെൻ്റ് പറയട്ടെ. അപ്പം നമ്മളുടെ ജീവിതത്തിലുണ്ടാകുന്ന കർത്താവ് തന്നെ പറയുന്നുണ്ട്, എന്നെ അവർ വെറുത്തെങ്കിൽ, അതായത് ജനം ഈശോനെ വെറുത്തെങ്കിൽ, ലോകം ഈശോയെ വെറുത്തെങ്കിൽ, നിങ്ങൾ എൻ്റെ ഫോളോവേഴ്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങളെയും അവർ വെറുക്കും എന്നുള്ളതാണ് കർത്താവ് പറഞ്ഞു പിടിപ്പിക്കുന്നത്. പച്ചമരത്തിനോട് ഇത് കാട്ടിയ പിന്നെ ഉണക്കമരത്തിനോട് അവർ വെറുതെ വെച്ചേക്കോ. അപ്പോൾ ആ ഒരു കാര്യം, നമ്മളുടെ ആ ഒരു വിളി നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്കുണ്ടാകുന്ന ചില തിക്ത അനുഭവങ്ങൾ ഒരു പോയിന്റാണ്, ചില അസാധാരണമായിട്ടുള്ള അനുഭവങ്ങൾ വേറൊരു പോയിന്റാണ്. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പിശാച് നമ്മൾക്കെതിരായി പ്രവർത്തിക്കും. പറഞ്ഞ മനസ്സിലായോ? രോഗങ്ങൾ കൊണ്ട് നമ്മളെ പീഡിപ്പിക്കാൻ നോക്കും, കുടുംബത്തിൽ കലഹമുണ്ടാക്കും, ജോലി മേഖലകളിലെ ആരോഗ്യ മേഖലകളിലെല്ലാം. ഇതുവരെ നിങ്ങൾ ചോസനായി കഴിയുമ്പോഴേ, ആ വിളി നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിയുമ്പോഴേ ഈ അനുഭവങ്ങൾ നിങ്ങൾ മനസ്സിലാക്കത്തുള്ളൂ ഇത് എന്തുകൊണ്ടാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യം. ഹാലലിയ 2:2 ഇവിടെ ഒരു 2002. ഹാലലി. ടൈം നോക്കിയത് എന്തിനാന്ന് വെച്ചാൽ നിർത്തേണ്ട സമയം നോക്കണമല്ലോ. വേറൊരു ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഈ ടൈം കാണാണ്. ദൈവത്തിന് സ്തുതി. അപ്പം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ചില ജീവിത അനുഭവങ്ങളിൽ കൂടെ പോയി കഴിയുമ്പോൾ അത് ഒരു പാറ്റേൺ കാണും. ഒരു സിസ്റ്റമാറ്റിക്കലി ആണ് ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ വരുന്നത്. ആ ഒരു പാറ്റേൺ കാണുമ്പം നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ഗോഡ് ഈസ് പ്രിപ്പയറിങ് യു ഫോർ സംതിങ് ബിഗർ ദാൻ വാട്ട് യു ഹാവ് ഡ്രീംഡ്. ഓക്കെ, നീ നിന്റെ ജീവിതത്തെക്കുറിച്ച്, ഭാവിയെക്കുറിച്ച് സ്വപ്നം കണ്ടതിനേക്കാളും അധികമായിട്ടുള്ള ചില കാര്യങ്ങൾ നിന്നെ കൊണ്ട് ദൈവം ചെയ്തെടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നിന്നെ ഇങ്ങനെ സ്ലോലി ഈ ലൗകിക കാര്യങ്ങളിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യിച്ച് തന്നിലേക്ക് അടുപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് എന്നാ പിന്നെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവന്നാൽ മതിയല്ലോ, ഞാനങ്ങ് പോരുകയല്ലേ ഈശോ എന്ന് പറഞ്ഞ് അങ്ങനെയൊന്നും പോരുന്ന മക്കളല്ല നമ്മളെന്നുള്ള തമ്പുരാന് പണ്ടേ അറിയായിരുന്നു. നിന്നെയൊക്കെ വിചാരിപ്പിച്ചപ്പോഴേ അറിയായിരുന്നു. അതുകൊണ്ട് അങ്ങനെ വരുത്തിയ. പണ്ട് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ ഇരിക്കെ, ഡൽഹിയിലെ ഒരു അച്ഛൻ, കപ്പുച്ചനച്ഛൻ, അവിടെ ഇരുന്ന് ഞങ്ങൾക്ക് ടാവക്കെല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്ക് ആഹാരം കഴിക്കാനായിട്ട് പ്രോഗ്രാം ഒരുക്കിയ ആൾ ഉച്ചക്കത്തെ ആഹാരം കഴിക്കാനായിട്ട് കൊണ്ടുപോയി. താര എന്ന, ഞാൻ പെണ്ണിൻ്റെ പേര് ഇപ്പോഴും ഓർക്കുന്നുണ്ട്, താര എന്നും പറഞ്ഞ ഒരാളായിരുന്നു അവള്. അപ്പം അവരുടെ വീട്ടിൽ ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പം അച്ഛൻ എൻ്റെ പ്രസംഗമൊക്കെ കേട്ട് കുർബാന കഴിഞ്ഞിട്ടുള്ള സമയമായിരുന്നു. അന്നേരം അച്ഛൻ എന്നോട് പറയുകയത്, ജോസ്ഫിനയ്ക്ക് അറിയാവോ എന്തുകൊണ്ടാണ് ജോസ്ഫിനെ തന്നെ ദൈവകരുണയുടെ അപ്പോസ്തലയാക്കി ദൈവം തിരഞ്ഞെടുത്തതാ. അച്ഛനൊരു ധ്യാനഗുരുവാണ്. പിന്നെ കൗൺസിലിങ്ങിന് ഫരീദാബാദ് റിട്രീറ്റ് സെൻറ്ററിൽ എല്ലാ വെള്ളി ശനി ഞായർ കുമ്പസാരിപ്പിക്കാൻ പോകും, കൗൺസിലിങ് ചെയ്യുന്നൊക്കെ ഉണ്ട്. ആ കാലഘട്ടത്തിലാണ്. അപ്പം അച്ഛൻ ഇവിടെ അന്ന് അവരുടെ കുർബാന, ഈ അച്ഛൻ്റെ കുർബാനയായിരുന്നു അവിടെ വെച്ചിരുന്നത്. അന്ന് ഞാൻ നിങ്ങളോട് ഇത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ചില വീഡിയോകളിൽ കിടപ്പുണ്ട്. അപ്പം അച്ഛൻ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല അച്ഛാ, അതെ നമ്മുടെ തമ്പുരാനൊരു കുഴപ്പമുണ്ട്. ഞാൻ ചോദിച്ചു, അച്ഛാ അയ്യോ നമ്മുടെ തമ്പുരാൻ എന്ത് കുഴപ്പമാണ് അച്ഛാ ഉള്ളത്? അതേ, ഈ കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തി വിഷം അർപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛാ ഇത് ഈ തമ്പുരാനോട് നേരത്തെ എന്നോട് പറയാൻ പാടില്ലായിരുന്നു. ഇഞ്ച ചതയ്ക്കുന്ന നമുക്ക് ഇങ്ങനെ ചതയ്ക്കാതെ, ജോസ്ഫിന് ഇങ്ങനെ ദൈവകരുണ എന്നൊരു പ്രാർത്ഥനയുണ്ട്, നീ 2 പടമൊക്കെ എടുത്ത് എല്ലാവർക്കും ഒക്കെ കൊടുക്കണം. പിന്നെ നീ ദൈവകരുണയെക്കുറിച്ച് ഇങ്ങനെ ഡയറിയൊക്കെ ഉണ്ട്, അതൊക്കെ വായിച്ച് നോക്കിയിട്ട് നീ എല്ലാവർക്കും ഒക്കെ കരുണയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണമെന്ന്. അയ്യോ അങ്ങനെയല്ല. അച്ഛൻ പറഞ്ഞ്, അത് തമ്പുരാന് നേരത്തെ അറിയാൻ, ഇങ്ങനെയൊന്നും പറഞ്ഞാൽ ജോസ്ഫിനെ വരുന്ന കക്ഷിയല്ല, നീ കൊണ്ടുവന്ന രീതിയിൽ കൂടെ പറ്റത്തുള്ളൂ. അതാ ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്ന ഒരു വീഡിയോയിൽ പറഞ്ഞു, ആദ്യം അടി പിന്നെ വിശുദ്ധ പദവി. പ്രൈസ് ദി ലോർഡ്. നിങ്ങളാരെങ്കിലും കേട്ടോന്ന് അറിയത്തില്ല, കുറച്ച് പേര് ലൈവായിട്ട് കേട്ടതാണ്. ഇനി കേൾക്കാത്ത ജോൺസണൊക്കെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കേട്ടോ ആ വീഡിയോ? അറിയില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പം പിശാചുക്കള് ദൈവം തെരഞ്ഞെടുത്ത ആൾക്കാരെ കണ്ടുപിടിക്കാൻ അവർക്കും ചില മാർഗങ്ങളുണ്ട് കേട്ടോ.
അവരും ചിലതൊക്കെ കണ്ടുപിടിക്കും. അവർക്ക് മനസ്സിലാകും. കാരണം സ്വർഗീയ ഇടങ്ങളിൽ വസിക്കുന്ന അന്ധകാര ശക്തി, ഇപ്പം അന്ധകാര ശക്തി എവിടെയാ ഇരിക്കുന്നത്? നിങ്ങൾ വിചാരിക്കുക നിലത്ത് താഴെ നമ്മുടെ കാലിൻ്റെ ചുവട്ടിലെങ്ങാണ്ട് ഒരു പാതാളമുണ്ട്, പാതാളത്തിൻ്റെ താഴെ പിന്നെ ഒരു നരകമുണ്ട്, അവിടെ ഇരിക്കും. അല്ല, അവർ ഈ സ്വർഗീയ ഇടങ്ങളിൽ, അതായത് ഹെവൻ്റെ തൊട്ട് താഴെയുള്ള സ്ഥലമാണ് ഈ സ്വർഗീയ ഇടങ്ങളെന്ന് പറയണത്. അപ്പോൾ അവിടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ദൈവം എന്തെങ്കിലുമൊക്കെ ഈവ്സ്ഡ്രോപ്പിംഗ് ആണെന്ന് പറയട്ടെ, ഞാനിങ്ങനെ സ്വർഗം എന്തെങ്കിലും നമുക്ക് നല്ലതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്, ഇപ്പം അല്ലനെ തിരഞ്ഞെടുക്കണോ, അല്ലെ ജിപ്സിനെ തിരഞ്ഞെടുക്കണോ, അല്ലെ ആരെങ്കിലും ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് അതവിടെ നിന്ന് ഈവ്സ്ഡ്രോപ്പിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഉടനെ തന്നെ അവിടുന്ന് സ്വർഗം നമ്മുടെ മുന്നിൽ വരുന്നതിന് മുന്നേ ഈ കക്ഷികൾ പ്രത്യക്ഷപ്പെടും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില തിക്ത അനുഭവങ്ങളുണ്ടാകും. 2 ചോയ്സാണ് മനുഷ്യൻ ചൂസ് ചെയ്യുന്നത് ഈ ഒരവസ്ഥയിൽ. ഒന്ന്, ഈ പ്രശ്നങ്ങൾ, ഞാൻ ദൈവത്തെ, നമ്മൾ സാധാരണ മനുഷ്യന്മാരാണ് കേട്ടോ, തിരുസഭയുടെ ചട്ടങ്ങളനുസരിച്ച് മര്യാദയ്ക്ക് കുർബാനയും പോയി കണ്ട് കുമ്പസാരം കഴിഞ്ഞ് പിന്നെ എല്ലാ ഞായറാഴ്ചയൊക്കെ കുർബാനയെങ്കിലും കാണുന്ന വ്യക്തികളൊക്കെയാണ്. പറ്റുകയാണെങ്കിൽ ഡെയിലിയും കാണും, പറ്റുകയാണെങ്കിൽ 2 പ്രാവശ്യം കാണും. അല്ലെ ഓൺലൈനിൽ ഇപ്പോൾ ഈ കോവിഡ് കഴിഞ്ഞ പിന്നെ ഓൺലൈൻ സംവിധാനമാണല്ലോ, പ്രൈസ് സ്ഥലം, അതെല്ലാം കാണുന്ന, അല്ലാണ്ട് നമ്മൾ ചുമ്മാ പള്ളിയിൽ പോകാതെ നടക്കുന്ന ആൾക്കാരൊന്നുമല്ല. പക്ഷേ എന്താണ് കാര്യം? ഒന്നെങ്കിൽ നമ്മുടെ ഓപ്ഷൻ മുന്നിൽ കിടക്കുന്നത്, ആഹാ ഇങ്ങനെയൊക്കെ പള്ളിയിലൊക്കെ പോയിട്ടാണ് ഈ പരിപാടി എനിക്കുണ്ട്, നീയായി നിന്റെ പാടായി ഈശോയെ ഞാൻ എന്താ പോകുന്നെന്നും പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ നിന്ന് ഇറങ്ങിപ്പോകും. മനസ്സിലായോ പറയുന്നത്? രണ്ടാമത്തെ ഓപ്ഷൻ ഉള്ളത്, എന്തൊക്കെ വന്നാലും വിശ്വാസത്തെ ചലഞ്ച് ചെയ്യത്തക്ക വണ്ണമുള്ള അനുഭവങ്ങൾ ഉണ്ടായതും, എന്തൊക്കെ വന്നാലും ഞാൻ തമ്പുരാനോട് എൻ്റെ ഭാഷയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നീ തൊഴിക്കണേ തൊഴിച്ചോ, നിനക്ക് ആവുന്നത്ര വേണമെങ്കിൽ നീ തൊഴിച്ചോ, എത്ര തൊഴിച്ചാലും, ഇപ്പം അതിൻ്റെയൊക്കെയാണെന്ന് തോന്നുന്നു, ഇതെല്ലാം ഓർത്ത് വെച്ചിട്ട് പുള്ളി എന്നോട് തൊഴിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇപ്പോൾ ഒരു ധാരണ എനിക്കുള്ളത്. തൊഴിക്കണേ തൊഴിച്ചോ, പക്ഷേ നിൻ്റെ കാല് കഴച്ചൊടിഞ്ഞാലും അത് വേണമെങ്കിൽ അങ്ങനെ നിനക്ക് കാല് കഴയ്ക്കാം എന്നെ തൊഴിച്ചിട്ട്, പക്ഷെ നിൻ്റെ കാലിൽ നിന്ന് പിടിപെടുന്ന പരിപാടി പിടിയില്ല എന്ന് ജോസ്ഫിന. മനസ്സിലായോ? അനുഭവങ്ങൾ അങ്ങനെയല്ലേ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ നീ ഈ ഇത്രയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ട് ദൈവത്തെ പഠിക്കാതെ ഈശോയിൽ നിന്ന് മാറി നിൽക്കാതെ വീണ്ടും കൂടുതൽ ആർഡൻ്റായിട്ട് ദൈവത്തെ സ്നേഹിക്കുകയും കൂടുതൽ ആർഡൻ്റായിട്ട് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ നീ വിചാരിച്ചോ നീ ചോസനാണ്. അല്ലെങ്കിൽ, കാരണം ചഞ്ചലപ്പെടാനായിട്ട് അധികം സമയം വേണ്ട, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പം നിങ്ങൾ അങ്ങനെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നീ തിരഞ്ഞെടുത്തവളാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. നീ അത് ഉറപ്പിച്ചു കൊള്ളുക. അതിനനുസരിച്ച് പരിശുദ്ധാത്മാവിനെ നിനക്ക് തരും. പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾ നിങ്ങളിൽ വർഷിക്കും. ചില ദൈവിക അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകും. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ അരൂപി മറ്റുള്ളവരിൽ നിറയും. അവർ നമ്മളെ ഓർത്തിട്ടത്, ഇന്നലെ അവരെ കണ്ട ജോസ്ഫിനെ അല്ലല്ലോ, അവർക്ക് എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്. ഇതാണ് മനുഷ്യന്മാർ പറയുന്നത്, പ്രിയപ്പെട്ടവരെ. അപ്പം ഇപ്പം നിങ്ങളെ ഓരോരുത്തരെയും കുറിച്ച് ഇത് തന്നെ പറയുന്നുണ്ട്. എന്താണെന്ന് അറിയത്തില്ല. ഇപ്പം ഭർത്താക്കന്മാർ കുടുംബത്ത് പറയാം, എന്താന്ന് മക്കളോട് പറയാം, എടാ എന്താണെന്ന് അറിയത്തില്ല, എടീ നിൻ്റെ മമ്മിക്ക് എന്താ പറ്റിയെന്ന് അറിയത്തില്ല, ഇപ്പം 24 മണിക്കൂറും അവൾ അഡറേഷൻ നോക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കുർബാനയും കണ്ടുകൊണ്ടിരിക്കുക. ഇപ്പോൾ കുടുംബത്തെ അവൾക്ക് സ്പെൻഡ് ചെയ്യാനുള്ള എല്ലാം കഴിഞ്ഞാൽ ഉടനെ ഇതിനകത്തോട്ട് കയറുന്നതാണ്. അങ്ങനെ ആൾക്കാർ ഇപ്പം മക്കൾ തന്നെ പറയും, ഓ മമ്മി ഇപ്പം വലിയ വിശുദ്ധയായിട്ടിരിക്കുകയാണ്, മമ്മിയെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്, പിന്നെ മര്യാദയ്ക്ക് മനുഷ്യൻ ജീവിക്കുന്ന നമുക്ക് ജീവിക്കും, പള്ളിയിൽ പോകണം, പട്ടക്കാരൻ്റെ അടുത്ത് പോകണം, അല്ല അത് കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങൾ ചെയ്യണ്ടെന്ന് നിന്നെക്കുറിച്ച് മറ്റുള്ളവർ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അറിഞ്ഞോ, നീ തിരഞ്ഞെടുക്കപ്പെട്ടവളാണ്. കാരണം എന്താണ്, മറ്റേ ആ പറയുന്ന ആൾക്കാർ തിരഞ്ഞെടുക്കപ്പെട്ടവരല്ലാത്തത് കൊണ്ട് നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത്, ഇങ്ങനെ ഈശോയെ സ്നേഹിക്കുന്നത്, ഒരു ഗുണവും ഉണ്ടായിട്ടുമല്ല പിന്നെ സ്നേഹിക്കുന്നത്, ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, നിർത്താതെ പ്രാർത്ഥിക്കുന്നത്, വഴി കൂടെ നടക്കുന്നവരെ, അവൾ പള്ളി പോകുന്നുണ്ട് പട്ടക്കാരൻ, അവിടെ മക്കൾ രണ്ടെണ്ണം 4 മുതുകിച്ച് നരകിച്ച് അവിടെ നിൽക്കുകയാണ്, കല്യാണം കഴിച്ചിട്ടില്ല. എന്നാലും ഈ തള്ള പള്ളി പോകൊണ്ട് നിർത്തണ്ടേ? നിർത്തത്തില്ല. അത് തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. മനസ്സിലായോ? അത് മുഖാന്തരം ആ മക്കൾ ഗുണം പിടിക്കും, അവരുടെ വരാനുള്ള തലമുറ ഗുണം പിടിക്കും. അതുപോലുള്ള മറ്റ് അതേ പ്രശ്നം വയ്ക്കുന്ന മറ്റുള്ള ആർക്കാണ്ട് വേണ്ടി, ഇപ്പം ഞാൻ ഈ അവസ്ഥയിലാണ്, നിങ്ങൾക്കറിയാം. എൻ്റെ ഹസ്ബൻഡിൻ്റെ മകളുടെ മാനസാന്തരത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത്? ഇവർക്ക് വേണ്ടി മാത്രമാണോ ഞാൻ പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾ അങ്ങനെയാണോ കണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് അങ്ങനെയാണോ എന്നെക്കുറിച്ചുള്ള അനുഭവം? അല്ലല്ലോ. ഞാൻ ഇതേ സിറ്റുവേഷനിലായിരിക്കുന്ന മാതാപിതാക്കളും ഇതേ അവസ്ഥയിലായിരിക്കുന്ന മക്കൾക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ? അപ്പം നമ്മുടെ ഈ സഹനം മറ്റുള്ളവരുടെ മാനസാന്തരത്തിന് വേണ്ടി, മറ്റുള്ളവരുടെ ദൈവ അനുഭവത്തിന് വേണ്ടി, മറ്റുള്ളവരും ഇതുപോലെ ദൈവത്തെ അറിയാൻ, സ്നേഹിക്കാൻ ഇടവരുത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നുള്ളൂ. ഇന്ന് ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ് ഇതിനെ. പിന്നെ നമുക്ക് വേറെ സമയങ്ങളിൽ ഇതിനെക്കുറിച്ച് കണ്ടിന്യൂ ചെയ്യാം. നാളെ എനിക്ക് ഇതിനെക്കുറിച്ച് തന്നെ പറയണം എന്നൊരു വലിയൊരു തീക്ഷ്ണത തോന്നിയത് കൊണ്ടാണ് പറയുന്നത്.
ഹാലലുയ, 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 ഹാലലുയ. അപ്പം നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണോ ഇല്ലയോ എന്നൊന്ന് ആത്മശോധന ചെയ്താൽ നിങ്ങൾക്ക് ഉത്തരം നിങ്ങൾക്ക് തന്നെ കിട്ടും. ഇത്രയും ഞാൻ പറഞ്ഞത് കൊണ്ട് നാളെ വേറെയും പറയാം. ഹാലലുയ, 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 ഹാലലുയ. നമ്മൾ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താറ്, ആ സമയമുണ്ട്. ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടവളായിരുന്നു. ഒരു ദിവസം ഈ ചേച്ചിയുടെ അനുജത്തി, ഞാൻ ചേച്ചിയൊക്കെ കല്യാണം കഴിച്ച് അങ്ങ് പോയല്ലോ. ഞാൻ ഈ ഏറ്റയുടെ അനിയത്തിയാണ് അവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. അതായത് തൊട്ടയൽവക്കാണ്. അപ്പം ഞാൻ എപ്പോഴും ഇവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഓർമ്മയാണ്. പിന്നെ അപ്പം ബേക്കറിക്ക് സാധനം മേടിക്കാനും എല്ലാത്തിനും ഞാൻ 24 മണിക്കൂർ അവിടെ തന്നെയാണ്. ജോലി, സ്കൂളില്ലാത്ത കോളേജ് ഇല്ലാത്ത സമയത്ത്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ അമ്മയ്ക്ക് സൂക്കേട് വന്നാലൊക്കെ അവിടെ പുഷ്പഗിരി ആശുപത്രിയിലാണ് പോകുന്നത്. അപ്പം ഞാൻ കൂട്ടുപോകും. ചോറും കറിയും എല്ലാം ഉണ്ടാക്കി അവർ തരും, ഞാനിതൊക്കെ കൊണ്ടുപോകും. അങ്ങനെയൊക്കെ ഒരു സഹായമൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അവരോട് വലിയ കാര്യം, ആ ബന്ധം. അമ്മയപ്പനും മരിച്ചു പോയി. എന്നാലും ഇപ്പം ചേച്ചിയാണ് അവിടെ, അവർ ഭോപ്പാലിലായിരുന്നു, BHELായിരുന്നു, ഭർത്താവിന് ജോലി. ഇത് പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പം അവർ വന്ന് കുടുംബത്ത് താമസിക്കുന്നത്. ഞാനിപ്പം നാട്ടിൽ ചെന്നാൽ ആദ്യത്തെ 5 ദിവസം കഴിയുമ്പോൾ ഞാൻ അവിടെ അവരുടെ മുറ്റത്ത് നിൽക്കുന്നുണ്ടാവും. പ്രൈസ് ദി ലോർഡ്. ഹാലലുയ, ഹാലലുയ. അപ്പോൾ ഒരു ദിവസം ഈ അനിയത്തി കുട്ടി അവിടെ നിൽക്കുന്നുണ്ടായി. ആ അനിയത്തി ഞാൻ 2 വയസ്സിനുള്ളതാണ്. അവരെന്നെക്കാൾ 2 വയസ്സിനുള്ളതാണ്. അവരുടെ നേരെ മൂത്ത ചേച്ചി എന്നെക്കാളും 2 വയസ്സിന് മൂത്തതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പം എന്താന്ന് ചോദിച്ചാൽ എൻ്റെ അമ്മ അതിൽ കൂടെ നടന്നു പോകുന്നുണ്ട്. അപ്പം എൻ്റെ അമ്മ, ഇവരവിടെ നിൽക്കുന്ന കണ്ടുകൊണ്ട്, മുന്നേഴ്സ് നിൽക്കുന്ന കണ്ടുകൊണ്ട് എൻ്റെ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെന്ത് എടുക്കുന്നുണ്ടോ, വിളിക്കുന്നുണ്ടോ, കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞപ്പം എൻ്റെ കുഞ്ഞ് മോളിപ്പോൾ എന്ത് ചെയ്യുന്നു എന്തോ ഒരു ചോദ്യം നമുക്ക് ചോദിക്കുമല്ലോ. അന്നത്തെ കാലത്ത് ടെലിഫോണൊന്നും ഇല്ലല്ലോ വിളിക്കാനായിട്ട്. ഞാൻ വല്ലപ്പോഴും ഇവർക്ക് എഴുത്തെഴുതും. അല്ലാതെ ഞാൻ വരുമ്പം ഇവിടെ വന്ന് കാണുമെന്നുള്ളതല്ലാതെ നമുക്ക് വേറെ കണക്ഷൻസ് ഇല്ല. അപ്പോൾ മോളെന്ത് എഴുത്തൊക്കെ വരാറുണ്ടോ? എഴുത്താണ് അന്ന്, ടെലിഫോണില്ല. അന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, എൻ്റെ കുഞ്ഞേ അവളിപ്പം പള്ളിയിൽ കൂടെ ഏതാണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നടക്കുകയാണെന്ന്. പിന്നെ ഞാൻ അവിടെ ചെന്നപ്പോൾ അവരെന്നോട്, ഈ പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞു, എടോ, അവരെല്ലാവരും ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എടോ ആണ് വിളി. എടോ, തൻ്റെ അമ്മ ഇതിലേ പോണ കണ്ടു. അന്നേരം ഞാൻ ചോദിച്ചു, തന്നെക്കുറിച്ച് ഞാൻ ചോദിച്ചപ്പം താൻ ഏതാണ്ട് പള്ളിയിൽ കൂടെ ഏതാണ്ട് കാര്യം ചെയ്തുകൊണ്ട് നടക്കുകയാണെന്നൊക്കെ പറയുന്ന കേട്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അമ്മ പറഞ്ഞു വെച്ച ശൈലി, ടോണ് എല്ലാം കൂടെ ചേർത്തപ്പോൾ അമ്മ പറഞ്ഞത്, എൻ്റെ പൊന്നു കുഞ്ഞേ, അവൾ ആ ഡൽഹിയിലെങ്ങാണ്ട് വേശ്യാവൃത്തി ചെയ്തെങ്ങാണ്ട് ജീവിക്കുകയാണെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞ രീതിയിലാണ് അമ്മ പറഞ്ഞത്. അവൾ പള്ളിയിൽ കൂടെ ഏതാണ്ട് ചെയ്തിട്ട്, ഈ ഒരു കാര്യം, നീ തിരഞ്ഞെടുക്കപ്പെട്ടവളാണോ പെട്ടവനാണോ എന്നുള്ളതിൻ്റെ അവസാനത്തെ, ഇന്നത്തെ ടോക്കിൻ്റെ അവസാനത്തെ ഒരു തെളിവ് ഞാൻ പറയാം. നിന്നെ ഏറ്റവും അധികം മനസ്സിലാക്കേണ്ട വ്യക്തി, ഭർത്താവാകാം, ഭാര്യയാകാം, ചേട്ടനാകാം, ചേച്ചിയാകാം, പെങ്ങന്മാരാകാം, ആങ്ങളമാരാകാം, അവരാദ്യം നിനക്കെതിരായിട്ട് എന്താണ് പറയുക, വാളുയർത്തും. അവരായിരിക്കും നിനക്കെതിരായിട്ട് ആദ്യം അവരുടെ ഫിംഗർ പോയിന്റ് ചെയ്യുന്നത്. നീ ഏതോ കുറ്റകൃത്യം ചെയ്തു. കാരണം അവർക്ക് നിന്നെ മനസ്സിലാകുന്നില്ല. അവരെ പോലെ അല്ല നീ. ദൈവം നിന്നെ വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അമ്മയ്ക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റത്തില്ല, അപ്പന് നിന്നെ മനസ്സിലാക്കാൻ പറ്റത്തില്ല, സഹോദരങ്ങൾക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റത്തില്ല, നിന്റെ കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല, നീ ജോലി ചെയ്യുന്ന ഭാഗങ്ങളിൽ, നിനക്ക് ഏരിയയിൽ, മേഖലയിൽ നിന്നെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പം നിന്റെ ഭവനത്തിനകത്തു നിന്ന് തന്നെ, അതായത് നിനക്ക് ചുറ്റും നിന്നെ സംരക്ഷിക്കേണ്ട, നിന്റെ ഈ കൃപ വളർത്തിയെടുക്കേണ്ട ആൾക്കാർ തന്നെ നിന്നെ കുറ്റപ്പെടുത്തുമ്പോൾ തീരുമാനിച്ചോ, നീ തിരഞ്ഞെടുക്കപ്പെട്ടതാണ്, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. അവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതെല്ലാം തെറ്റാണ്. ഇപ്പം അമ്മ എന്തെന്നാ പറഞ്ഞത്, അമ്മ ഒരിക്കൽ നല്ലതാണ്ട് പറഞ്ഞപ്പോൾ, നീ കൊച്ചിൻ്റെ അവളും പപ്പ എവിടെയാണുള്ളത്, നീ കൊച്ചിനെ നോക്കി അയാൾക്കും കഞ്ഞിയും കറിയും വെച്ച് കൊടുത്ത് നീ അവിടെ നിൽക്ക്, ഇതൊക്കെ ചെയ്യാനായിട്ട് പള്ളിയിലെ അച്ഛന്മാരും കന്യാസ്ത്രീകളും ഇല്ലേ എന്ന് ചോദിച്ചു. ചേട്ടാ ചങ്ങാതി, എൻ്റെ ആത്മാവിനൊരു അജണ്ടയായിട്ട് ഈ ഭൂമുഖത്തേക്ക് എന്നെ ദൈവം വിളിച്ച്, ഞാൻ ആ XY ക്രോമസോമിലായിരുന്നപ്പോൾ സമയത്ത് തന്നെ, അല്ല അനാദികാലം മുതലേ തന്നെ എന്നെക്കുറിച്ച് തീരുമാനിച്ച ഒരു കാര്യം ഞാനല്ലേ ജീവിച്ചു തീർക്കാൻ പറ്റുള്ളൂ. സഹോദരൻ, നീയല്ലേ ജീവിച്ച് തീർക്കാൻ പറ്റത്തുള്ളൂ. അച്ഛന്മാർക്കോ കന്യാസ്ത്രീ അമ്മമാർക്കോ ഇത് ജീവിക്കാൻ പറ്റുമോ? അവർക്ക് അവരുടെ വിളിയുണ്ട്, അത് അവർ തീരുമാനിച്ചോളും. ഇതാണ് നിന്നെക്കുറിച്ച് മനുഷ്യന്മാർ, നിന്റെ കുടുംബത്തിലുള്ളവർ. ഇത് കർത്താവിന് അതല്ലേ കർത്താവ് പറഞ്ഞ, ഒരു പ്രോഫറ്റ് തൻ്റെ തന്നെ രാജ്യത്ത് കുടുംബത്തും ഒരിക്കലും മാനിക്കപ്പെടുകയില്ല. തൻ്റെ ദേശത്ത് പ്രോഫറ്റ് അന്യനായിരിക്കും, സഹനം കിട്ടുന്നവനായിരിക്കും. മനസ്സിലായല്ലോ?
ഒരിക്കലും അംഗീകരിക്കില്ല. അതാണ് കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ ഒരു അംഗീകാരമില്ലാത്ത നിന്റെ ബന്ധുക്കളിൽ നിന്ന്, സ്വന്തക്കാരിൽ നിന്ന്, ഫ്രണ്ട്സിൽ നിന്ന്, കൊളീഗ്സിൽ നിന്നൊക്കെ ഇങ്ങനെ ഉണ്ടാകുമ്പം തീരുമാനിച്ചോ, നീ ചോസനാണ്, നിന്റെ മേളിൽ കർത്താവിൻ്റെ മുദ്ര കുത്തിയിരിക്കുന്നു. യെസ്, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് അധികം പേരില്ല, എല്ലാവരും വരില്ല വരില്ല എന്ന് പറഞ്ഞ് ജോലിയൊക്കെയാണ്. ജോൺസൺ കുറച്ച് നേരം ഉണ്ടായിരുന്ന, പുള്ളിയും ജോലിയിലാണ്, അതുകൊണ്ടാണ് മിണ്ടായിരിക്കുന്നത്. നിങ്ങൾ ബാക്കിയുള്ളവർ പറ. ജെർസി പറഞ്ഞു ടോക്കിൻ്റെ എന്താണ് പറഞ്ഞതിൽ വല്ല കഴമ്പോ കാമ്പോ ഉള്ളതാണോ? ഞാൻ ആത്മാവിൽ നിറഞ്ഞാണ് സംസാരിച്ചത്, അത് എനിക്കറിയാം. ഒച്ചരം കൂടെ ഉറക്കെ പറയാവോ ജെർസി? ഇത് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന കണക്കാണ് കേൾക്കുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ഇവിടെ എനിക്ക് കുഴപ്പമില്ല, ഞാനിത് ഫുൾ വോളിയത്തിലാണ് ഇട്ടിരിക്കുന്നത്. പറഞ്ഞു, ഏതായാലും പറഞ്ഞു. ഇപ്പൊ കറക്റ്റ് ആണ്, ഇപ്പൊ കുറച്ചും കൂടെ ക്ലിയർ ആണ്. നമ്മളുടെ താല്പര്യം അങ്ങനെ വെറുതെ ഒന്നും നമ്മൾ വേണ്ടെന്ന് വെക്കൂലെന്ന് ഈശോയ്ക്ക് അറിയാം. അപ്പൊ കുറച്ച് ടഫ് ആയിട്ടുള്ള വഴികളിലൂടെ നമ്മളെ അതാണ് പണി ഉണ്ടാക്കി വെക്കും. കാരണം അല്ലെങ്കിൽ നമ്മള് നേരെ ആവൂലെന്നറിയാം. അപ്പൊ അത് ഓരോരുത്തരുടെ ജീവിതത്തിലും പല രീതിയിൽ ഈശോ അത് നടപ്പിലാക്കും. ചോസൺ മൺസ് ആണെങ്കിൽ എന്നെനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇപ്പൊ പല കാര്യങ്ങളും നമുക്ക് ഇഷ്ടത്തോടെ നമ്മൾ ചെയ്തിരുന്നതൊന്നും ഇപ്പൊ താല്പര്യമില്ല, അത് ആവും, ഇമ്പോർട്ടന്റ് അല്ലാതെ ആവും. എനിക്കും അനുഭവമുണ്ട്. പക്ഷെ നമുക്കത് ചെയ്യാൻ പിന്നെ ആഗ്രഹം പോലും തോന്നില്ല, വിരക്തി വരും. അതാണ് വാക്ക്. പിന്നെ അതുപോലെ തന്നെ ചുറ്റുമുള്ളവർ നമ്മളോടുള്ള ഒരു പരിഹാസം നിറഞ്ഞ വാക്കുകള്, അത് വലിയ ഭക്തിയായി, പ്രാർത്ഥനയാണ്, എന്തിനൊക്കെ ഇതിന് മാത്രം പ്രാർത്ഥിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളും ഒരു കളിയാക്കിയുള്ള ഡയലോഗുകളൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കും. അതും സത്യമാണ്. കാരണം നമ്മൾ അങ്ങനെയല്ലായിരുന്നല്ലോ, നമ്മളെ പോലെ ഒരു നോർമൽ ലൈഫിലായിരുന്നു. ഇപ്പം നമ്മൾ അബ്നോർമലായി, അല്ലെങ്കിൽ സബ് നോർമലായി. അതെ, അങ്ങനെയാണ് അവര് കാണുന്നത്. കുറ്റം പറയാൻ പറ്റില്ല, കാരണം അവരെ പോലെ ലൈഫ് എൻജോയ് ചെയ്ത് നടന്നിരുന്ന നമ്മൾ പെട്ടെന്നൊരു ദിവസം വഴി മാറി നടക്കുമ്പോൾ ദാറ്റ് ഇസ് നോട്ട് നോർമൽ. സ്വാഭാവികമായിട്ടുള്ള ചിന്തയാണല്ലോ. പക്ഷെ അവരെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. കാരണം അതിനൊരു വിളി വേണം എന്നുള്ളത്. അതാണ്, നമ്മളെ മനസ്സിലാക്കണമെങ്കിൽ അതിനും ഒരു ലെവൽ ഓഫ് വിളി വേണം. അങ്ങനെയല്ല, മാത്രമല്ല അവർക്ക് പറഞ്ഞു കൊടുക്കാനും അങ്ങനെ പറ്റില്ല. അങ്ങനെ ആൾക്കാർക്ക് അത് മനസ്സിലാവില്ല. ഇതുപോലെ ഈശോ തന്നെ ഒരു വഴി തിരഞ്ഞെടുത്ത് പഠിപ്പിക്കണം. അല്ലാണ്ട് ഒരാളിരുന്ന് നമ്മളൊന്ന് ഉപദേശിച്ചൊന്നും ഇതാർക്കും മനസ്സിലാവൂല. ഇല്ല. ഇങ്ങനെ ഒരു പ്രാർത്ഥനാ ജീവിതം, അതിന്റെ ഒരു സന്തോഷം, ഈശോയോട് ചേർന്നിരിക്കുന്നതിന്റെ ഒരു മഹത്വം അങ്ങനെ പെട്ടെന്ന് ആൾക്കാര് നോർമലി എന്നുവെച്ചാൽ അതൊന്നും അത്ര കണ്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണല്ലോ എല്ലാരും ചിന്തിക്കുള്ളൂ. പ്രാർത്ഥിക്കുന്നുണ്ട്, അവരാരും വേറൊന്നും ചെയ്യുന്നില്ല. അതെ, എന്താ പറയാ, അവര് ലോകത്തിന്റെ ജീവിതത്തിൽ അവരാണ് നോർമൽ, നമ്മളാണ് അബ്നോർമൽ. അതെ, അങ്ങനെ. അപ്പൊ അത് ഒരു വിളിയുള്ളവർക്ക് അത് സ്വയം മനസ്സിലാവും. അങ്ങനെ മനസ്സിലാക്കണം. അല്ല, ഞാനീ പോയിന്റ് പറഞ്ഞത്, അത് ആ പോയിന്റുകൾ ശരിക്കും എല്ലാം ഈ ഒരു കോളിങ്ങിലേക്കല്ലേ പോയിന്റ് ചെയ്യുന്നത്, നമ്മളെ അല്ലേ ലീഡ് ചെയ്യുന്നത്. അങ്ങനെ തോന്നുന്നുണ്ടായിരുന്നുണ്ടോ അല്ലേ? ഓരോരുത്തർക്കും അങ്ങനെ ഓരോ വഴികൾ ദൈവം തുറന്നു കൊടുക്കുമായിരിക്കും. കാരണം അങ്ങനെയല്ലേ അവർ തിരിച്ചു പിടിക്കാൻ പറ്റുള്ളൂ. ആമേൻ, ആമേൻ. അല്ലേ, സോഫി ജെർസി പോയി. അത്രയും പറഞ്ഞപ്പോഴത്തേക്ക് ജെർസി. ജെർസി ഇനി അധികം പറയണ്ടെന്ന് ഒരാൾ തീരുമാനിച്ചു. പറഞ്ഞു അല്ല. ഓക്കെ, അതെ, എന്തായാലും ആയിക്കോട്ടെ. പക്ഷെ പെട്ടെന്ന് അപ്രത്യക്ഷമായി. ഓക്കെ, അല്ലേ പറഞ്ഞു. പിന്നെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ജീവിതം അതെങ്ങനെയായിരിക്കും? ഒന്നും കൂടെ ഉറക്കെ പറയാവോ? ഇനി എനിക്ക് എന്റെ കുഴപ്പമാണോ? ഞാനിവിടെ ഇത് ഫുൾ വോളിയത്തിലാണ് വെച്ചിരിക്കുന്നത്. പക്ഷെ എത്ര ഡിസ്റ്റൻസ് എന്ന് പറയുന്ന കണക്ക് എനിക്ക് കേൾക്കാം. ഞാൻ ചെവിട്ടില് വേറൊന്നും വെച്ചിട്ടുമില്ല, ഇയർഫോണൊന്നും ഇല്ല. പറഞ്ഞോ. ഇപ്പൊ കേൾക്കുന്നുണ്ട്. എന്നതിനെ പറ്റിയാണ് ജസ്റ്റ് ഇന്ന് പറഞ്ഞത്. അങ്ങനെ നമ്മുടെ ജീവിതം അപ്രതീക്ഷിതമായി ഓരോ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക. അതിങ്ങനെ ഒന്നല്ല, പല കാര്യങ്ങളും എന്താ പറയാ, ഒന്നായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംഭവിക്കുക. ദുരന്തങ്ങളാണ്.
ആക്സിഡൻസ്, റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ. പ്രശ്നങ്ങള് പിന്നെ അതുപോലെ കാരണമായി നമ്മളൊന്നും ചെയ്യാതെ തന്നെ നമ്മളെ വെറുക്കുന്നു. വെറുക്കുന്നു. അങ്ങനെ ഓരോന്ന് സംഭവിക്കുമ്പം അപ്പം തീരുമാനിക്കുക അത് അത് ആ സമയത്ത് നമുക്ക് രണ്ട് ചോയ്സ് ഉണ്ട്. നമ്മള് പ്രാർത്ഥന സാധാരണ ഒരു പ്രാർത്ഥന ജീവിതത്തിലൊക്കെ ആണെങ്കിലും നമ്മള് വിചാരിക്കും ഇത്രയൊക്കെ പ്രാർത്ഥന ഇങ്ങനെയൊക്കെ നന്നായിട്ട് ജീവിച്ചിട്ട് ദൈവം എന്താ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വരുത്തിയത് എന്ന് വിചാരിച്ച നമ്മളങ്ങ് ഒരു നിരാശയും അങ്ങ് ഇനി പ്രാർത്ഥിക്കണ്ട, പ്രാർത്ഥിച്ചിട്ട് ഇത്രയല്ലേ എന്നൊരു ചിന്ത. അങ്ങനെ തീരുമാനിക്കാം നമുക്ക്. അല്ലെങ്കിൽ ദൈവം അറിഞ്ഞുകൊണ്ടാണ്, അല്ല ദൈവം അനുവദിച്ചിട്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്, ദൈവം സർവശക്തനായ ദൈവം ഒന്നും അറിയാതെ സംഭവിക്കുന്നില്ല, അപ്പം ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുക. ദൈവത്തിൽ ആശ്രയിച്ചാൽ നമ്മൾക്ക് നമ്മുടെ ഇതൊക്കെ മാറും എന്ന് കുറച്ചുകൂടെ ദൈവത്തിൽ ആശ്രയിക്കും. അത് നമ്മുടെ ഓപ്ഷനാണ്. കൂടുതൽ നമ്മൾ ദൈവത്തിലേക്ക് ആശ്രയിക്കുമ്പം അതുപോലെ അനുഗ്രഹങ്ങളും ദൈവം തരും. അപ്പൊ ഇങ്ങനെ നമ്മളിങ്ങനെ ലൗകിക ലോകത്തിൽ നിന്ന് വിട്ട് കൂടുതൽ ദൈവത്തിലേക്ക് അടുക്കാൻ വേണ്ടി ദൈവം തരുന്ന സാധനങ്ങളാണ്. അത് എങ്ങനെ അത് സ്വീകരിക്കുന്നു എന്നുള്ളതനുസരിച്ചാണ് നമ്മുടെ ബാക്കി മുന്നോട്ടുള്ള. അതെ അത് മനസ്സിലായല്ലോ, ആ ഭാഗം മനസ്സിലായല്ലോ അല്ലേ. രണ്ട് ഓപ്ഷനാണ്. പ്രശ്നം മലവെള്ളപ്പാച്ചിൽ പോലെ വരുമ്പം ഈ പ്രാർത്ഥിച്ച് കൊണ്ടിരുന്ന ആൾക്കാർ ഒന്നെങ്കിൽ വിശ്വാസ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകാം, അല്ലെങ്കിൽ കൂടുതൽ അടിയുറച്ച് പതറിപ്പോകാതെ യേശുവിനോട് ചേർന്ന് മുന്നോട്ട് കണ്ടിന്യൂ ടുഗദർ വിത്ത് ജീസസ് ഗോ ഹെഡ് എന്നുള്ള ഒരു ഇതിൽ വരാൻ. അങ്ങനെ ഒരു രണ്ട് ഓപ്ഷൻസേ ഉള്ളൂ ഇങ്ങനെ ഒരു ചോസൺ വണ്ണൻ. പറഞ്ഞോളൂ. രണ്ട് ഓപ്ഷനാണ്. അത് തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ അനുസരിച്ചാണ് നമ്മുടെ ബാക്കി ഇത്. അപ്പം കൂടെ കൂടുതൽ അടുത്ത് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാണെങ്കിൽ അനുഗ്രഹങ്ങൾ എന്താണേലും കിട്ടും. അനുഗ്രഹങ്ങളുടെ പെരുമഴയായിരിക്കും. നമ്മൾ പ്രതീക്ഷിക്കാത്ത അനുഗ്രഹങ്ങളൊക്കെ കിട്ടും തീർച്ചയായിട്ടും. അപ്പൊ അത് പിശാചിന് ഇഷ്ടപ്പെടില്ല. അത് പുള്ളിക്കാരന് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അത് വീണ്ടും നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ നേരത്തെ ഉണ്ടായതിനേക്കാളും കൂടുതലായിരിക്കും ചിലപ്പം വീണ്ടും കിട്ടുന്നത്. അപ്പോഴും പക്ഷെ ഒരു ഭാഗത്ത് ഇപ്പൊ ആരയുടെ മകളുടെ കാര്യം, അവള് പിന്നെ മരുന്ന് കഴിക്കുന്നുണ്ട്, പക്ഷെ ഇതൊക്കെയാണെന്ന് പറഞ്ഞാലും ദൈവം ഇപ്പൊ അവള് തന്നെ പറഞ്ഞില്ലേ, ഇപ്പൊ എല്ലാം ഈസി ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നുണ്ടെന്ന്. അത് അല്ലെ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ പിന്നെ അല്ലേ ഈ ജീവിതാനുഭവം അവൾക്ക് മാറ്റം ഉണ്ടായത്. മറ്റേത് ഭയങ്കര ദേഷ്യവും നിങ്ങൾ തമ്മിൽ സംസാരമില്ലാഴികയും ഒക്കെ ആണല്ലോ. ആ റിലേഷൻഷിപ്പ് പാറ്റേണിൽ തന്നെ വ്യത്യാസം വന്നില്ലേ. അവളിപ്പം വീട്ടിൽ വന്നല്ലോ, ക്രിസ്മസിന് അവള് വീട്ടിൽ വന്നത് താമസിച്ചല്ലേ, സന്തോഷമായിട്ടല്ലേ നിങ്ങൾ ഇരുന്നത്. പ്രശ്നങ്ങളൊന്നും ഇല്ല, സന്തോഷമായിട്ട് മടങ്ങിപ്പോകാനും പറ്റി, കുഴപ്പമില്ല. അതൊക്കെ ഒത്തിരി മാറ്റം വന്നു. അപ്പൊ അത് അല്ലെ ഈ ഇത്രയും പ്രശ്നത്തിന്റെ ഇടയിൽ ഈശോയോട് ചേർന്ന് നിൽക്കാനുള്ള തീരുമാനത്തിന്റെ വെളിച്ചത്തിലല്ലേ അങ്ങനെ നടന്നു എന്നുള്ള ബോധ്യമുണ്ടോ? ഉണ്ട്. അത് തന്നെയാണ് ആ ബോധ്യമുണ്ട്. നമ്മൾ ഇതൊക്കെ മറ്റുള്ള മനസ്സാന്തിന് വേണ്ടി ഈ സാധനങ്ങളൊക്കെ അതാണ്. അപ്പൊ അതിന്റെ അനുഗ്രഹം കിട്ടും. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ കാര്യം ദൈവം നോക്കിക്കോളും. അന്ന് ആലയുടെ ഈശോ പറഞ്ഞില്ലായിരുന്നോ, ജോസ്ഫിനയുടെ മോക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിന്റെ കാര്യത്തിന് വേണ്ടി, നിന്റെ മോക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണ്ട എന്ന് പറഞ്ഞില്ലായിരുന്നു. പക്ഷെ ആലയുടെ മോക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായി. സിസ്റ്റർ പ്രാർത്ഥിക്കുന്നുണ്ട്. അതാണ് ഞാൻ പ്രാർത്ഥിക്കും. ഞാനിപ്പം അതിനെപ്പറ്റി ഒന്നും ആൾക്കാറില്ല, പ്രാർത്ഥിക്കാറില്ല. പക്ഷെ കൃഷ്ണ മോളെ പറ്റിയാണ് അത് ആദ്യം തന്നെ അങ്ങനെ ഒരു ബോധ്യം കിട്ടി. അത് എന്നെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കാറുണ്ട്. ഈശോ അല്ലേ ഓർമ്മിപ്പിച്ച, ഞാനല്ലല്ലോ. ഈശോ ഓർമ്മിപ്പിക്കാറുണ്ട്. ഈശോ ഓർമ്മിപ്പിക്കാറുണ്ട്. എന്നെ തെരഞ്ഞെടുത്തതിന് വേണ്ടിയാണ്, അങ്ങനെ ഒരു നിയോഗമാണ് എന്നുള്ള കാര്യം ഇടയ്ക്ക് ഓർമ്മിപ്പിക്കാറുണ്ട്. അത് ഞാനത് പറഞ്ഞിട്ടുമില്ല. എനിക്ക് ആ ബോധ്യങ്ങളൊക്കെ ഉണ്ട്. അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയത് എന്റെ കഴിവോ എന്റെ ഇതോ ഒന്നും അല്ല, അതിനു വേണ്ടിയാണ് ആ ബോധ്യം എനിക്കുണ്ട്. ഓരോ കാര്യങ്ങൾ നടക്കുമ്പം ഇപ്പം ഭർത്താവിന്റെ ജീവിതത്തിലും കുറെ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടില്ലേ. നിങ്ങള് ഒരു വീട്ടിൽ രണ്ട് അന്യക്കാരെ പോലെ, അന്യ സംസ്ഥാനം ബംഗാളിയും ബംഗ്ലാദേശുകാരനെന്ന് പറഞ്ഞ കണക്കായിരുന്നല്ലോ നിങ്ങൾ രണ്ടുപേര് ജീവിച്ചോണ്ടിരുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പൊക്കെ മാറിയില്ലേ? ഒത്തിരി മാറി. എല്ലാ കാര്യങ്ങളും പഴയതുപോലെ എന്ന് പറയാം. എന്നാലും കുഴപ്പമില്ല. മറ്റേ ഇങ്ങനെ രണ്ടുപേരും രണ്ട് ലോകത്തിൽ അങ്ങനെ ഉണ്ടല്ലോ ഇല്ല, അങ്ങനെ ഒരു ഇതായിരുന്നു. ഇപ്പൊ അങ്ങനെയൊന്നും അല്ല, പോലെ ഒത്തിരി മാറ്റമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവത്തിന് നമ്മൾ നമ്മളുടെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ ദൈവ ഇഷ്ടപ്രകാരം ജീവിക്കാനുള്ള ഒരു പന്താവിലേക്ക് നമ്മളെ നയിച്ചുകൊണ്ട് പോകുമ്പം
ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അത് ഈ ലോകത്തിൽ നിന്നുള്ള ഡിറ്റാച്ച്മെന്റ് നമുക്ക് വേണം. എന്നാലേ നമുക്ക് ദൈവത്തെ പുള്ളി പ്രാപിക്കാൻ, ഈശോനെ പുള്ളി വി ബിക്കം വർത്തി ഓഫ് ജീസസ് only when we give up the other things which we are attached to വേൾഡ്ലി. മനസ്സിലായോ? അതാണ് ശരിക്കും ഇവിടെ സംഭവിക്കുന്നത്. വേൾഡ്ലി ആയിട്ടുള്ള കുറേ കാര്യങ്ങൾക്കുള്ള അറ്റാച്ച്മെന്റ്, അത് ഡിറ്റാച്ച്ഡ് ആയിട്ട്, അതായത് പറഞ്ഞ മാമോനെയും ദൈവത്തെ ഒരുപോലെ സേവിക്കാൻ കഴിയില്ല. ഒന്നെങ്കിൽ നീ മാമോനെ സേവിക്കും, അല്ലെങ്കിൽ നീ ദൈവത്തെ സേവിക്കും. ഇത് രണ്ടും കൂടെ ടുഗദർ ഒരു ഇതിൽ ഇങ്ങനെ കൊണ്ടാകാൻ പറ്റില്ല. അതാണല്ലോ ദൈവം തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ആ ഒരു ഡിറ്റാച്ച്മെന്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ദൈവം ചില സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, എൻ്റെ പിന്നെ 1/2 കിലോ സ്വർണത്തോളം ഒരാൾ ഏറ്റിക്കൊണ്ട് പോയി വിലയെടുത്തു. എൻ്റെ പേഴ്സ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ്, എല്ലാവരും ഇവിടെ ഓൺലൈനിൽ കൂടെ ഇപ്പോൾ ഡ്രസ്സ് ഒക്കെ ചൂസ് ചെയ്യും, ഷൂസ് ചൂസ് ചെയ്യും. ഞാൻ പക്ഷേ ചെയ്യത്തില്ല. എനിക്ക് ആ ഡ്രസ്സിനെ നോക്കണം, അതിനെ പിടിക്കണം, അതിനെ ടച്ച് ചെയ്യണം, അതിൻ്റെ ഫീല് നോക്കണം, അത് ഇട്ട് നോക്കണം, എന്നിട്ടേ ഞാനൊരു ഡ്രസ്സ് എടുക്കും. അല്ലാണ്ട് എവിടെയെങ്കിലും ഒരു സൈസ് ഓർഡർ ചെയ്ത് അങ്ങനെ ഞാൻ ഷൂസ് ആണെങ്കിൽ എന്താണേലും എനിക്ക് എന്തും എൻ്റെ കണ്ണിന് കണ്ട് അത് എനിക്ക് അട്രാക്റ്റ് ആക്കണം അതിനകത്തോട്ട്. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം അതൊക്കെ എടുത്തുകൊണ്ട് പോകാന്ന് പറഞ്ഞാൽ നമ്മളുടെ എന്താ പറയുക, അങ്ങ് നാട്ടിലൊരു ഭാഷ പറയാം, അണ്ണാക്കിനകത്ത് വരെ കൈ കയറ്റി എന്ന് പറയുന്നത് കണക്കുള്ള ഒരു അനുഭവമാണ്. പക്ഷെ സഹിച്ചു, കുറേ ദിവസം കരഞ്ഞു. എന്തുകൊണ്ട് നീ എൻ്റെ വീട്ടിൽ ഇങ്ങനെ പ്രതിഷ്ഠ നിന്നിട്ട് 10-20 വർഷത്തിൽ കൂടുതലായിട്ട് ഞാൻ ഈ വീട്ടിൽ നീ നിന്നിട്ട് എന്തുകൊണ്ട് ഇത് അനുവദിച്ചു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പിന്നീട് എനിക്ക് കർത്താവ് കുറച്ച് ദിവസത്തെ കരച്ചിലും പിഴിച്ചിലും മൂക്കട്ട ചീറ്റലും കഴിഞ്ഞപ്പോൾ കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തന്നു. യു ഐ ലെറ്റ് ഇറ്റ് ഗോ, ഐ പെർമിറ്റഡ് ഇറ്റ് ബിക്കോസ് ഐ വാണ്ട് യു ടു റിയലൈസ് വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഗോൾഡാണോ ഇമ്പോർട്ടൻറ്റ്, എൻ്റെ ആത്മാവാണോ ഇമ്പോർട്ടൻറ്റ്? ഗോൾഡാണോ അല്ല എൻ്റെ ബിലോങ്ങിങ്സ് ആണോ? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ പോയ സാധനമെല്ലാം അതേപോലെയോ അതിനേക്കാളും ഇച്ചിരും കൂടെ വില കൂടിയതോ അതിനേക്കാളും നല്ലതോ ആയിട്ടുള്ള സാധനം നാളെ പോയി കടയിൽ ചെന്ന് മേടിച്ചുകൊണ്ട് വരാം. എനിക്ക് അതിലൊരു പ്രശ്നം ഇല്ല. മനസ്സിലായോ? പക്ഷേ ആ പോയതിനെക്കുറിച്ച് ഞാൻ നഷ്ടബോധം എനിക്കുണ്ടെങ്കിൽ, ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ഞാൻ കർത്താവിൻ്റെ സ്നേഹത്തിന് അർഹയല്ല എന്നുള്ളൊരു ബോധ്യമാണ് എനിക്കപ്പോൾ കിട്ടിയത്. ഞാൻ ഈ വേൾഡ്ലി സാധനം പോയതിനോട് അപ്പം എനിക്ക് പിന്നെ ഞാനത് അങ്ങ് സ്പെസിഫൈ ചെയ്തു. ഞാനത് എന്നെ തന്നെ കാമാക്കി. ഞാൻ പറഞ്ഞു, ഓക്കെ ലോർഡ്, ഇഫ് യു വിൽഡ് ഇറ്റ് ദാറ്റ് വേ, യു ആർ ടീച്ചിങ് മീ സർട്ടൻ തിങ്സ്. എൻ്റെ ഈ നഷ്ടത്തിൽ, ഈ കഴിഞ്ഞ പ്രാവശ്യം അവൾ വന്നല്ലോ, ഈ കഴിഞ്ഞ മാസം അവൾ വന്ന് നമ്മളില്ലായിരുന്നു കടയിൽ പോയിക്കായിരുന്നു, കീ ഉപയോഗിച്ച് അവൾ എൻ്റെ പേഴ്സണലായിട്ടുള്ള, ഏതായാലും എൻ്റെ മുറിയുടെ പൂട്ട് ഞാൻ മാറ്റി. പിന്നെ അപ്പം അതിൻ്റെ ലോക്ക് ഞാൻ വേറെ ഇതെടുത്ത് മാറ്റി. അപ്പോൾ അതിനകത്ത് വന്നിട്ട് എന്തെല്ലാം ഒന്നും വേണ്ട, മേക്കപ്പ് സെറ്റ് വരെ എടുത്തുകൊണ്ട് പോയി. അതുപോലെ തന്നെ വിലപിടിപ്പുള്ള കുറേ സാധനങ്ങൾ കൊണ്ടുപോയി. ഞാൻ ഇന്ത്യയിലോട്ട് പോരുമ്പോഴത്തേക്ക് എനിക്ക് അവിടെ ഉപയോഗിക്കാനുള്ള കുറേ കാര്യങ്ങൾ മേടിച്ച്, ഞാൻ കുറച്ച് നാൾ മുന്നേ മേടിച്ച് അവിടെ ഒരു കവറിനകത്താക്കി. ആ കിട്ടിയ ഒറിജിനൽ ഇതിനകത്ത് മുഴുവനും കൊണ്ടുപോയി. എനിക്ക് സഹിക്കാനേ പറ്റുന്നുണ്ടായില്ല ഈ കഴിഞ്ഞ മാസം. അപ്പോഴും എൻ്റെ ചോദ്യമുണ്ട്, എന്തുകൊണ്ട് ഇത് ഐ ബോട്ട് ഇറ്റ് ഫോർ മൈ പേഴ്സണൽ യൂസ്, എങ്ങനെ യു ലെറ്റ് ഇറ്റ് ഹാപ്പൻ? അതാണ് ക്വസ്റ്റ്യൻ. അത് കർത്താവിൻ്റെ നേരെ താഴെ ഇരിക്കുകയായിരുന്നു, അടുത്താരുടെ നേരെ താഴെയായിരുന്നു അതിരുന്നത്. ഓ യേശുവേ, യേശുവേ, യേശുവേ. പക്ഷേ പിന്നെ വെൻ വി തിങ്ക് അബൌട്ട് ഇറ്റ്, ഓക്കെ, ഇതെല്ലാം ദൈവം പറയുന്ന ഐ ആം യു, യുവർ ബിലോങ്ങിങ്. ഞാൻ നിന്റെ ബിലോങ്ങിങ് ആണ്. ഐ ബിലോങ് ടു യു ആൻഡ് യു ബിലോങ് ടു മീ. Everything else surrounding it in your life is you have to count to zero. You have to count to nothing. You have to annihilate yourself in me and I annihilate myself in you. ഇതാണ് ആ ചോസൺ മണ്ണിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ജീവിതം. ഐ ഇൻ യു, യു ഇൻ മീ. ഇതിന് ഇൻ ബിറ്റ്വീൻ വരുന്നതിനുണ്ടെങ്കിൽ ഗ്യാപ്പ് മാറി നിൽക്കത്തേ ഉള്ളൂ. പറഞ്ഞാൽ മനസ്സിലായോ നിങ്ങൾക്ക്? സ്വർണ്ണമാണ്, റിലേഷൻഷിപ്പാണ്, ഒരു റെസ്റ്റോറൻ്റാണ്, ഇതെല്ലാം ഇപ്പോൾ ജിപ്സി പറഞ്ഞ കണക്ക് ഇതെല്ലാം മാറിപ്പോയി. ഞാൻ ഇന്ത്യയിൽ പോകുമ്പോൾ എറണാകുളത്ത് പോയാൽ ചില റെസ്റ്റോറൻ്റ് ഉണ്ട് ഞാൻ ഫുഡ് കഴിക്കാൻ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ചില തുണിക്കടകളുണ്ട്. ഇപ്പോൾ ഒരു നൈറ്റി മേടിക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ മുൻവശത്ത് ഒരു കടയുണ്ടെങ്കിലും കല്യാൺ സിൽക്ക് എൻ്റെ വീടിൻ്റെ ജനലയുടെ അവിടെ നിന്ന് നോക്കിയാൽ കാണാം. അത് 5 മിനിറ്റ് കൊണ്ട് നടന്നെത്താം. പക്ഷേ കോട്ടയത്തെ ഏറ്റവും വലിയ ഒരു ഷോറൂമാണ്. പക്ഷേ അത് കഴിഞ്ഞും വിട്ട് ഞാൻ വേറൊരു സ്ഥലത്താണ് പോവുക. അപ്പം വസ്ത്രങ്ങൾ ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾക്കും ഓരോ കാര്യങ്ങൾക്കും ഞാൻ പ്രാധാന്യം കൊടുത്തിരുന്നു. ഇപ്പം അതൊന്നുമില്ല. ഇപ്പം എനിക്ക് ഇറ്റ് ഡസൻറ്റ് മാറ്റർ ടു മീ. അപ്പോൾ അത്യാവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുക എന്നുള്ളതല്ലാതെ
ഇന്ന സ്ഥലത്ത് പോയാൽ അതേ ആഹാരം വേറെ സ്ഥലങ്ങളും കിട്ടുന്നുണ്ട്. പക്ഷേ ആ ആഹാരം അവിടെ കഴിച്ചാലും ഇവിടെ കഴിച്ചാലും ചിലപ്പോൾ ഇങ്ങേപ്പുറത്ത്, പക്ഷെ നമ്മൾ പേരിന്, സ്ഥലത്തിന്, ആളുകൾക്ക്, റിലേഷൻഷിപ്പ്, ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് വലയത്തിന് ഒക്കെ ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ആ പ്രാധാന്യമൊക്കെ നമ്മളെ ദൈവത്തിൽ നിന്ന്, അതായത് ഞാനും ഈശോയും മുൻപിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ എന്നെ ഈശോയിൽ നിന്ന് 10 അടി പിന്നോട്ടായിരിക്കും എൻ്റെ പൊസിഷൻ. പക്ഷേ ചിലതെല്ലാം വിട്ട് കഴിയുമ്പം പിന്നെ ഈശോയും ഞാനും തമ്മിൽ ഡിസ്റ്റൻസ് ഇല്ല. ഐ ആം ജസ്റ്റ് ടച്ചിങ് ഹിം. ഇപ്പം ആല പല പ്രാവശ്യം കർത്താവ് എന്നെ ആശ്രയിച്ചുകൊണ്ട് നിൽക്കുന്നു എന്ന് ആല തന്നെ ഈ വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാനത് റിപ്പീറ്റ് ചെയ്യണം. എന്തുകൊണ്ടാണ്? ഐ ഹാവ് ബിക്കം നത്തിങ് ഇൻ മൈസെൽഫ്. അതാണ്, ഞാൻ കുറയണം, ഈശോ വളരണം. അതല്ലേ നമ്മൾ പറയുന്നത്. സ്നാപയോന്നാൻ അതാണ്, ഐ ഷുഡ് ഡിക്രീസ് ആൻഡ് ഹി ഗോഡ് ജീസസ് ഷുഡ് ഇൻക്രീസ്. അപ്പോൾ ഈ ഒരു ചോസൺ വണ്ണിന് പല വേൾഡ്ലി ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്, നമ്മൾ കുടുംബപ്പേരൊക്കെ പറയുമ്പം അവിടുത്തെ അവരെൻ്റെ കസിനാണ്, അല്ല ഇവിടുത്തെ ഇവർ ഈ കാർ വാങ്ങി, അവിടുത്തെ അവരൊരു മിനി കൂപ്പർ വാങ്ങി, അതിന് 47 ലക്ഷത്തിൽ ഉണ്ട്, ഇതിപ്പോൾ 67 ലക്ഷമായി, ഒരു കാഡിലാക്ക് വാങ്ങി. ഇതൊക്കെ പറയുമ്പം നമ്മളെ തന്നെ ഏതാണ്ട് വലിയ സംഭവമാക്കിയിട്ട് വെക്കണം. ആ സംഭവമാക്കി വെക്കുകയാണെങ്കിൽ നീ ഈശോൻ്റെ അരിക്കുന്ന ഒത്തിരി മാറിയ മകനെ നിൽക്കുന്നത്. നമ്മൾക്ക് ഈശോ എന്ന് പറയുമ്പോൾ ആ വാക്കായിരിക്കണം ഏറ്റവും വലിയ സംഭവം നമ്മുടെ ജീവിതത്തിൽ. ഈശോയോടുള്ള നമ്മുടെ ബന്ധം, ഈശോയോടുള്ള ഇന്ന് ഞാൻ എന്നെക്കുറിച്ചൊന്നും പുകഴ്ത്തി പറയാനില്ല. ഇന്ന് ഞാൻ ഒരു പാട്ട് പാടുന്നുണ്ടായി. ഫോജിയയിലെ അവിടുത്തെ ഇത് കഴിഞ്ഞപ്പോൾ ഇറ്റാലിയനിലൊരു പാട്ട് പാടുന്നുണ്ട്. നീയാണ് എൻ്റെ ലോകം, പിന്നെ നിന്നെ സ്നേഹിക്കുന്നതിലാണ്, നിന്നെ അഡോർ ചെയ്യുന്നതിലാണ് എൻ്റെ ജീവിതം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ മീനിങ് വരുന്ന ഒരു പാട്ട്. ഞാൻ അർലിക്കയിലോട്ട് നോക്കി 2-3 പ്രാവശ്യം ഇങ്ങനെ കളർ, ഒരു പ്രാവശ്യം ഗ്രീനിഷ് ആയിട്ടുള്ള ബ്ലാക്ക് കളർ കണ്ടു, പിന്നെ ഒരെണ്ണം നിങ്ങൾ ആരെങ്കിലും കണ്ടോന്ന് അറിയത്തില്ല. ഇന്നത്തെ അഡ്രഷൻ സോഫിയോ എല്ലാം കണ്ടോന്ന് അറിയത്തില്ല. കണ്ടെന്നോ? ഗ്രീനും പിന്നെ ചുറ്റുവട്ടം കറുപ്പുമായിട്ടൊക്കെ വന്നിരുന്നല്ലോ അല്ലേ? അപ്പം അതൊക്കെ മാറിയിട്ട് ഈ പാട്ട് പാടിയപ്പം നമ്മൾ ഏറ്റവും അധികം, ഞാൻ നിങ്ങളോട് എന്നും പറഞ്ഞിട്ടുണ്ട്, ഒരു ബേബി, നമ്മൾ 9 മാസം, നമ്മളെല്ലാവരും അമ്മമാരാണ്, കുറേ പേരൊക്കെ ഇത് കേൾക്കുന്നവർ അമ്മമാരായിരിക്കും, അല്ല അപ്പന്മാരായിരിക്കും. അപ്പം ഒരു ബേബി ജനിച്ച് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ കയ്യിലെടുത്ത് പിടിച്ചാൽ വി ആർ ഓവർവെൽംഡ് വിത്ത് ലവ് ഫോർ ദാറ്റ് ചൈൽഡ്. കാരണം നമ്മൾ വാട്ട് വി ആർ ലുക്കിംഗ് അറ്റ് ഈസ് അവർ ഓൺ ഇമേജ്. ദാറ്റ് തിങ് വാട്ട് ഈസ് in our hands is our own flesh and our own blood, which is to Jesus we are us. ഓക്കെ, ദൈവത്തിന് നമ്മൾ അങ്ങനെയാണ്. ഈശോ നമ്മളുടെ മുഖത്തോട്ട്, ഈശോയുടെ മനസ്സിൽ നമ്മൾ രൂപം കൊണ്ടപ്പം he has the same love he has the same, ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് തൊണ്ട വരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. He has the same love that you have had when you held your child for the first time and looked at his face. വല്ലതും മനസ്സിലായോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ സ്നേഹമാണ് ഓരോ പ്രാവശ്യം ഈശോ നമ്മളെ നോക്കുമ്പം. അപ്പം നമ്മളെന്താക്കും, ഈ കുട്ടിയെ കാണുമ്പോൾ നമ്മൾ കരയും. എന്തിനാ കരയുന്നത്? ഒരാൾ ഈ കുട്ടിയെ കൊച്ചെ ഞാൻ നിന്നെ 9 മാസം കാത്തിരിക്കായിരുന്നു, വന്നല്ലോ അല്ലേ, ഹായ് എന്നും പറഞ്ഞാണോ പറയുന്നത്? അല്ല, എല്ലാവരും വിതുമ്പും. അപ്പന്മാരുടെ കയ്യിലോട്ട് ഇതിനെ കൊണ്ടുവന്ന് പുറത്ത് നിൽക്കുന്ന അപ്പന്മാരുടെ കയ്യിലോട്ട് കൊടുക്കുമ്പം നോക്കിയിട്ട് കരയുന്ന കണ്ടിട്ടുണ്ട്. എന്താണ് ദിസ് സെയിം ഫീലിംഗ് ഐ ഹാഡ് ടുഡേ. അത് ഇടയ്ക്കിടയ്ക്കുണ്ട്. ഞാൻ ജീസസ് ഐ ലവ് യു, ജീസസ് ഐ ലവ്. ഇത് പിന്നെ കൂടും, പിന്നെ പിച്ച് കൂടും, കൂടിപ്പോയി അയൽവക്കക്കാർ കേൾക്കത്തക്കോണം 3 മണിക്കൂർ ഒരിക്കൽ ഈശോയെ നോക്കി പറഞ്ഞിട്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഇന്ന് ആ ഒരു ഓവർവെൽമിങ് ലവ് ആണ് എനിക്ക് ഈശോയോട്. അത് കുറച്ച് മൊമെൻ്ററി, ആ പാട്ട് തീരുന്നിടം വരെ ഉണ്ടായിരുന്നുള്ളൂ. ആ മീനിങ് നോക്കിയപ്പോൾ ഞാനങ്ങനെ ഇവിടെ പാട്ട് പാടുമെങ്കിൽ അതിൻ്റെ മീനിങ് അറിഞ്ഞുകൊണ്ടൊന്നുമല്ല. ട്യൂൺ എനിക്ക് ചിലത് ഇഷ്ടമായിരിക്കും, അപ്പം ഞാൻ റിപ്പീറ്റ് ചെയ്യാം അവരോട്. എനിവേ, ഇന്നത്തെ പാട്ട് അങ്ങനെയായിരുന്നു. നിന്നെ അഡോർ ചെയ്യുന്നതാണ് എൻ്റെ ജീവിതം എന്നും പറഞ്ഞ്, ദാറ്റ് ഈസ് വാട്ട് ഈസ് മൈ ലൈഫ്, അങ്ങനെ പറഞ്ഞുകൊണ്ട് പാടി. എനിവേ, നിങ്ങളോട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നമ്മൾ സ്നേഹത്തിൽ, വെൻ ദ ലവ് ഫോർ ജീസസ് ഓവർകംസ് ആസ് എവറി അതർ തിങ്, അതർ വേർഡ്ലി തിങ്സ്, യു ആർ എ ചോസൺ വൺ. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റു പ്രാർത്ഥനയിലോട്ട് കടക്കാം. യേശുവേ, യേശുവേ, ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. സോഫി പറഞ്ഞില്ലായിരുന്നു, പറ. നാമത്തിൽ ആമേൻ.
തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ജീവിതത്തിലുണ്ടാവുന്ന കാര്യങ്ങൾ കുട്ടികൾ സിസ്റ്റർ പറഞ്ഞത് ശരി തന്നെയാണ്. ഇപ്പൊ ലോകം നമ്മളെ വെറുക്കും, അപ്പൊ നമ്മൾ വിചാരിക്കണം ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിട്ടുള്ളതാണ്. പലപ്പോഴും നമ്മുടെ ജീവിതാനുഭവത്തിൽ പലരും നമ്മുടെ വീട്ടുകാരായാലും ഒക്കെ നമ്മൾ മാറ്റി നിർത്തിയിട്ടുണ്ട് പല സാഹചര്യങ്ങളിലും. അപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട് എന്താണ് ദൈവം. അത് കഴിഞ്ഞ് എനിക്ക് ഒരു വേദന തീരുമ്പോ മറ്റൊരു വേദന, അങ്ങനെ ഒന്നിന്റെ പുറകെ ഒന്ന് വേറെ വേദന വരുമ്പോഴൊക്കെ നമുക്ക് ചോദിക്കാം എന്താ ദൈവം ഇങ്ങനെ വരണേ. അപ്പോഴും ദൈവത്തിന് അകലാതെ കൂട്ടിപ്പിടിച്ച് നിന്ന കാരണം ഇത്രയും വരെ എത്തി. അപ്പൊ അതിപ്പോ പട്ടിണിയോ വാളോ എന്ത് വന്നാലും നമ്മള് ദൈവത്തിൽ നിന്ന് ഒരിക്കലും മാറില്ല എന്നൊരു ഉറച്ച ബോധ്യമുണ്ട്. എന്ത് വിഷമം വന്നാലും ദൈവം അറിയാണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നും വരില്ല. പിന്നെ അത് സഹിക്കാൻ കഴിവും ദൈവം നമുക്ക് തരുന്നു. ശേഷം ഇതൊക്കെ സഹിച്ചു കഴിഞ്ഞാലും നമുക്ക് ഇതിൽ നിന്നൊക്കെ ഒരു അനുഗ്രഹത്തിന്റെ ഭൂമഴ നമുക്ക് പിന്നീടായാലും നമുക്ക് കിട്ടില്ല, നമ്മുടെ തലമുറകൾക്കെങ്കിലും കിട്ടട്ടെ. നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല, നമ്മുടെ തലമുറകൾ നശിച്ചു പോകാൻ പാടരുത്. അപ്പൊ അവരെങ്കിലും രക്ഷപ്പെട്ടു. നമ്മുടെ സഹനങ്ങളും നമ്മുടെ കുടുംബവും നമ്മുടെ പൂർവികർ ചെയ്തിട്ട് എല്ലാ കാര്യം കൊണ്ട് നമ്മളെ അങ്ങനെ പിന്നെ ഇപ്പൊ ജോബിനെ വെച്ചെടുക്കുന്ന നോക്കുമ്പോ ജോബ് അങ്ങനെയല്ലായിരുന്നേ, തെരഞ്ഞെടുക്കപ്പെട്ടല്ലായിരുന്നേ. ജോബിന്റെ ജീവിതത്തിൽ ദൈവത്തെ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂടെ എപ്പോഴും സാത്താനുണ്ടെന്നാ പറയണേ. അവരെ ജീവിതത്തിലെങ്കിലും സാധാരണ സിംഹത്തെ പോലെ നടക്കണേ, ഏത് കുടുംബങ്ങളെ നശിപ്പിക്കണ്ടേന്ന് വെച്ചിട്ട്. നല്ലോണം നടക്കുന്ന ജീവിതങ്ങളായിരിക്കും, പക്ഷെ അവിടെ വന്നിട്ട് സാത്താൻ കയറും. അപ്പൊ അങ്ങോട്ട് നമ്മുടെ കുടുംബം കൂടെ കുട്ടിച്ചോറാക്കി തരും. അപ്പൊ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോകുന്ന ദൈവത്തിൽ കൂടുതലെടുത്ത് അപ്പൊ സഹനങ്ങൾ കൂടുതൽ ഒന്നും വരുമ്പോ വിചാരിക്കണം നമ്മള് ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിട്ടുണ്ടെന്ന്. അത് ആ സഹനമൊക്കെ കാഴ്ചവെച്ച് മറ്റുള്ളവരുടെ മാനസാന്തരത്തിനും നമ്മുടെ വിശദീകരണത്തിനും ഒക്കെയാണ് കാഴ്ചവെക്കും. പിന്നെ അത്തിവൃക്ഷം പൂക്കുന്നെങ്കിലും ആട്ടിൻകുട്ടിയെ വാച്ചുകൊണ്ടില്ലെങ്കിലും നമ്മള് ദൈവത്തിൽ ആനന്ദിക്കുന്നല്ല പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ ആ സമയത്ത് അതേ സമയത്ത് ദൈവം നമ്മൾ ആനന്ദിക്കാനുള്ള കൃപയുണ്ട്. ഇപ്പൊ നമുക്ക് വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടെന്ന് വെച്ചാലും നമുക്ക് എപ്പോഴും ദൈവം ഈശോ എന്നൊരു വാക്ക് മാത്രമേ ഉള്ളൂ. എന്തായാലും പറയാം ഇതാ പറയാ എപ്പോഴും പ്രാർത്ഥനയാണ് പ്രാർത്ഥന. അത് അവർക്ക് ഇതിനെ പറ്റിയുള്ള ഇന്നറായിട്ടുള്ള കാര്യങ്ങൾ അത് ചെറുപ്പമല്ലേ, അവർക്ക് അതിനെ പറ്റിയുള്ള അറിയുന്നില്ല എന്താന്നുള്ള കാര്യങ്ങൾ. കുറച്ച് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും അമ്മക്ക് മാതാപിതാക്കന്മാര് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിയുമ്പോൾ അവർക്ക് മനസ്സിലായിക്കോളും. അപ്പൊ അങ്ങനെയുള്ള ജീവിതങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ജീവിതത്തിലായിരിക്കും കൂടുതൽ സഹനങ്ങൾ വരിക. അപ്പൊ അതിനപ്പോ നമ്മൾ വിചാരിക്കണം നമ്മളെ ദൈവം തെരഞ്ഞെടുത്തിട്ടുണ്ടെന്ന്. അതാണ് ആദ്യത്തെ ബോധ്യം ഉണ്ടാകേണ്ടത്. പ്രൈസ് ദി ലോർഡ്. പിന്നെ പക്ഷെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നാളെ ഹേർഡിൽസിന്റെ കാര്യം പറഞ്ഞ കണക്ക് അതെല്ലാം കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു കാമായിട്ടുള്ള ഒരു പീസ്ഫുൾ ലൈഫ് കാണും. അങ്ങനെ നമ്മൾ ദൈവത്തിൽ വിലയം പ്രാപിക്കും. അങ്ങനെയാണ് ഈശോയെ നമ്മൾ അവിടെ കണ്ടുമുട്ടും. വി വിൽ വിൻ ദ വിക്ടറി. തീർച്ചയായും. അപ്പൊ നമുക്ക് മറ്റു പ്രാർത്ഥനകളിലോട്ട് കടക്കാം. വായിച്ചോ, ബൈബിൾ എടുത്തോ. പറയാനായിട്ട് വേറൊന്നും പറഞ്ഞോളൂ. ഇപ്പൊ ആർക്കെങ്കിലും ദർശനം എല്ലാം കിട്ടിയിരുന്നോ? ഇല്ലല്ലേ. ജിപ്സി സോഫി ഒന്നും ഇല്ല. അല എന്നാ പറഞ്ഞോളൂ, എന്താണ്? ആമേൻ. ഇന്ന് ഒത്തിരി അഭിഷേകമായിരുന്നു സിസ്റ്റിന്റെ ടോക്ക്. ഇന്നത്തെ അത് ടോണിലും ശബ്ദത്തിലും ഫ്ലുവൻസിലും എല്ലാം നന്നായിട്ട് വ്യക്തമായിരുന്നു. പിന്നെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച സമയത്ത് രണ്ട് കൈയും നീട്ടി അനുഗ്രഹിച്ചു നിൽക്കുന്ന ഈശോയെ കണ്ടു. പ്രൈസ് ദി ലോർഡ്. പിന്നെ ആരാധനയുടെ സമയത്ത് തിരുക്കുടുംബത്തെ ഈശോയും മാതാവും ഈശോയും കൂടെ നിൽക്കുന്ന തിരുക്കുടുംബത്തെയാണ് കണ്ടത്. പിന്നെ കരുണക്കൊണ്ട ജില്ല സമയത്ത് ഇന്നലെ കണ്ട ആ മനുഷ്യനെ തന്നെ ഇന്നും കണ്ടു. പിന്നെ പച്ച ഒരു വശത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നത്, അങ്ങനെ നിന്നോണ്ടെന്തോ പ്രാർത്ഥിക്കുക, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഇവരുടെ അങ്ങനെയാണല്ലോ, ഇടത്തോട്ടും വലത്തോട്ടും നോക്കിയാണല്ലോ ഇവർ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ഒരു വശത്തോട്ട് നോക്കിയപ്പോഴായിരിക്കും നിങ്ങൾ കണ്ടത്. അതാ ഇത് എന്താണെന്നുള്ളത് വെളിപ്പെടുത്തി തരാൻ വേണ്ടിയാണ്. അങ്ങനെയാണ് കണ്ടു. പിന്നെ ഭദ്രപ്രാർത്ഥന സമയത്ത് വിശ്രമിക്കായാല് റൂമില് യുദ്ധം ചെയ്യുന്നുണ്ട്. അതിനൊരു അറുതിയൊന്നും വന്നിട്ടില്ല. ശക്തിയായിട്ട് തന്നെ യുദ്ധം ഊരിപ്പിട്ട ആളുമായിട്ട് നടക്കുന്നുണ്ട്. മാലാഖമാരും ഉണ്ട്. ഇന്ന് മാലാഖമാരെ പിടിക്കാനായിട്ട് ഞാൻ കുറെ നേരം 3-4 പ്രാവശ്യം ഞാൻ ക്യാമറയും കൊണ്ട് നടന്നു. കിട്ടിയില്ല കേട്ടോ. ആരും ഇല്ലായിരുന്നു ഇവിടെ നിന്ന്. ഉണ്ടായിരുന്നോന്ന് അറിയത്തില്ല, ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. അതെന്തുകൊണ്ടായിരിക്കും? ഇന്നലെ നോക്കിയിട്ട് കിട്ടിയില്ല. ഇന്ന് 3-4 പ്രാവശ്യം ഞാൻ നോക്കി, ഉച്ചയ്ക്കും നോക്കിയായിരുന്നു, കിട്ടിയില്ല. പോട്ടെ.
അതുപോലെ വിശുദ്ധ അൽഫോൻസാമയും കണ്ടു, ഫസ്റ്റിനാമയും കണ്ടു, വിശുദ്ധ എപ്രാസമയും കണ്ടു. ഒരു 3 പേരെ കണ്ടു. ഇവര് 3 പേരും സ്ഥിരം നമുക്ക് എല്ലാവർക്കും കുറെ വിശുദ്ധരുടെ പ്രാർത്ഥന നമുക്കുണ്ട്. അതിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ആമേൻ ആമേൻ ആമേൻ. കർത്താവായ ദൈവമേ, വിശുദ്ധ എഫ്രേസ്യാമ്മ, വിശുദ്ധ അൽഫോൻസ, വിശുദ്ധ ഫൗസ്റ്റീന, ഇവർക്കെല്ലാം നന്ദി പറയുന്നു. എൻ്റെ മുറിയിൽ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന യു ആർ ഫൈറ്റിംഗ് മൈ ബാറ്റിൽ വിശുദ്ധ മിക്കാലിനെയും പരിശുദ്ധ അമ്മയും സകല മാലാമാരെ ഓർത്ത് നന്ദി പറയുന്നു. പിന്നെ ഞങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്ന തിന്മകളെ കാണിച്ചു തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. പിന്നെ ഇവിടെ എന്ത് രാജ്യമായിരുന്നു നിന്ന് പ്രാർത്ഥിച്ചത്? കോസ്റ്റാറിക്കയെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ അനുഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്ന ഈശോയ്ക്ക് നന്ദി പറയുന്നു. പിന്നെ പരിശുദ്ധാത്മാവ് ഇത്രയും അത്ഭുതകരമായിട്ടുള്ള ദർശനങ്ങൾ ഞങ്ങൾക്ക് തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ആമേൻ ആമേൻ. നമുക്ക് അനുഗ്രഹം മേടിക്കാൻ കർത്താവിൻ്റെ കരുണ. കർത്താവായ ദൈവമേ, കടന്നു വരണമേ. കർത്താവേ, ഈ അങ്ങയുടെ ഞാൻ എൻ്റെ കരുത്തെ ഈ മക്കളുടെ നേരെ നീട്ടുന്നു. അങ്ങയുടെ കരം ഇവരുടെ നേരെ നീട്ടി ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, വരമാകുന്ന സകല ആപത്തിൽ നിന്നും മരണങ്ങളിൽ നിന്നും മാരക രോഗങ്ങളിൽ നിന്നും പിശാചിൻ്റെ കുടില തന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും ഈ രാത്രിയിലും എല്ലായ്പ്പോഴും അങ്ങ് സംരക്ഷിച്ചോളണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിട്ടുള്ള സകലരെ അങ്ങ് സന്നിധിയിലേക്ക് സമർപ്പിക്കുന്ന ഞങ്ങളായിരിക്കുന്ന വീടുകളെ, ഞങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളെ, ഞങ്ങളുടെ വാഹനങ്ങളെ, ഞങ്ങളുടെ മക്കളെ, കുഞ്ഞുമക്കളെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ചെങ്കിൽ നിന്നിറങ്ങിയ തിരുരക്തം ഞങ്ങൾക്ക് ചുറ്റും സംരക്ഷണ കോട്ടയായിട്ട് മാറുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പിശാചും ഞങ്ങളെ തൊടാനായിട്ട് അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളെ അങ്ങ് എപ്പോഴും സംരക്ഷിക്കാൻ അങ്ങയുടെ കാവൽ ദൂതന്മാരെ കാവലാക്കി അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വിശുദ്ധ മിഖായേലിൻ്റെ മാധ്യസ്ഥം, പരിശുദ്ധ അമ്മയുടെ നീരക്കാപ്പയുടെ സംരക്ഷണമെല്ലാം ഞങ്ങൾ തേടുന്നു. ഞാൻ ഇവരെ ഓരോരുത്തരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുക. ആമേൻ 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 ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. എല്ലാവരും സമാധാനത്തിൽ വയ്ക്കുള്ളൂ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.